എനിക്ക് കേരളത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട നഗരം കോഴിക്കോടാന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. തൃശ്ശൂർക്കാർ അതുകൊണ്ട് പേടിക്കരുത്. പക്ഷെ കോഴിക്കോടാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഇവിടെ പഠിച്ചതുകൊണ്ടും എനിക്ക് ഒരുപാട് നല്ല അറിയുന്ന ഫ്രണ്ട്സ് ഇവിടെ ഉള്ളതുകൊണ്ടും. ഇന്ന് ഒരു ഞായറാഴ്ച കോഴിക്കോട് ഞാനിവിടെ ഇരിക്കുന്നത് ഒരു വളരെ എമിനൻ്റ് ഒരു പേഴ്സണാലിറ്റിനെ ഇൻ്റർവ്യൂ ചെയ്യാനാണ്. ഞാനിവിടെ ഇരിക്കുന്നത് ഇന്ന് ഞാൻ ഇൻ്റർവ്യൂ ചെയ്യാൻ പോകുന്ന അദ്ദേഹം മിസ്റ്റർ അരുൺ കുമാർ കെ, ഫൗണ്ടർ ആൻഡ് ചെയർമാൻ ഓഫ് കാലിക്കറ്റ് ലാൻഡ്മാർക്ക് ബിൽഡേഴ്സ്. അപ്പോൾ ഇന്ന് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, കോഴിക്കോടിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ടാണ് കോഴിക്കോടാണ് ഞാൻ ഇപ്പോൾ തീർച്ചയായും വരാമെന്ന് പറഞ്ഞത്. ലാൻഡ്മാർക്ക് എന്ന് പറയുന്ന ഈ സ്ഥാപനം ഒരു ഏകദേശം 25 കൊല്ലമായിട്ട് കാലിക്കറ്റ് റിയൽ എസ്റ്റേറ്റിൻ്റെ ഒരു ഇൻഡസ്ട്രിയിൽ പേരുള്ളൊരു ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ ഓൺ യുവർ ലാൻഡ്മാർക്കിൻ്റെ പിന്നിലെ കഥ എന്താണ്? നമ്മുടെ കമ്പനി ലാൻഡ്മാർക്ക് ബിൽഡേഴ്സ് എന്ന പേരിടാൻ തന്നെ ഒരു കഥ ഉണ്ട്. നമുക്ക് പിന്നീട് വരാം അതിലേക്ക്. എന്നാലും ലാൻഡ്മാർക്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും ഏതൊരു കമ്പനിയുടെയും അതേപോലെ ഏതൊരു നഗരത്തിൻ്റെയും ഈ ബിൽഡിങ്സ് ആണ് നമ്മൾ ഉണ്ടാക്കുന്ന റിയൽ എസ്റ്റേറ്റ് ബിൽഡിങ്സ് ആണ്. അതാണ് ശരിക്കും ഓരോ നഗരത്തിൻ്റെയും ലാൻഡ്മാർക്കുകളായിട്ട് വരുന്നത്. അതേപോലെ തന്നെ ഞങ്ങൾ ലാൻഡ്മാർക്ക് ബിൽഡേഴ്സ് എന്ന് വെച്ചാൽ ഞങ്ങൾ ഓരോ ബിൽഡിങ്ങും ഞങ്ങൾക്ക് ലാൻഡ്മാർക്കാണ്. അതേപോലെ ഞങ്ങളിടുന്ന് മേടിക്കുന്ന ഓരോ കസ്റ്റമേഴ്സും ഇൻവെസ്റ്റേഴ്സിനും അത് അവരുടെ ലാൻഡ്മാർക്കാക്കി മാറണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതാണ് ആ ക്യാപ്ഷന്റെ പുറകിൽ ഓൺ ലാൻഡ്മാർക്ക്. അപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വരാനുള്ളൊരു ഇതെന്തായിരുന്നു ഐഡിയ? എങ്ങനെയായിരുന്നു ഈ റിയൽ എസ്റ്റേറ്റിലേക്ക് വരാനുള്ളൊരു ആഗ്രഹം? ഈ റിയൽ എസ്റ്റേറ്റ് അത് ശരിക്കും എൻ്റെ ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ എൻ്റെ കരിയറിൻ്റെ എൻ്റെ തുടക്കകാലം മുതലേ പറയേണ്ടി വരും. എൻ്റെ ഫാമിലി ബിസിനസ് കോൺട്രാക്ടിങ് ആയിരുന്നു, സിവിൽ കോൺട്രാക്ടിങ്. സിവിൽ കോൺട്രാക്ടിങ് മീൻസ് എൻ്റെ ഫാദർ PW കോൺട്രാക്ട് ആയിരുന്നു. അപ്പം ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് കേട്ട് വളരുന്നതും കേൾക്കുന്നതും മുഴുവൻ ഇത് റിലേറ്റ് ചെയ്ത സാധനങ്ങളാണ്. ആ സമയത്ത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടങ്ങളിൽ സ്വാഭാവികമായിട്ടും അച്ഛൻ്റെ കൂടെ ജോലി ചെയ്യണമെന്ന് ആലോചിച്ചാൽ ആർക്കും വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല. കാരണം വീട്ടിലും സ്ട്രിക്റ്റ് ആണ്, ഓർമ്മ പോയാലും സ്ട്രിക്റ്റ് ആണ്, അച്ഛൻ സ്ട്രിക്റ്റ് ആണ്. അപ്പം ഭയങ്കര എങ്ങനെയാണ് രക്ഷപ്പെടുക എന്നുള്ളതാണ് തോന്നൽ. അപ്പോൾ എനിക്ക് ശരിക്കും ഞങ്ങൾ രണ്ടുപേരാണ്. എനിക്കൊരു ബ്രദറാണ് ഉള്ളത്, യങ്ങർ ബ്രദറാണ്. ഞങ്ങളൊരു മേജർ 10th സ്കൂൾ ഡേയ്സ് കഴിഞ്ഞപ്പം പ്രീ ഡിഗ്രി ഒരുമിച്ച് പഠിച്ചു. ഞാനായിട്ടൊരു വയസ്സ് വ്യത്യാസമുള്ള എൻ്റെ ബ്രദർ. അപ്പൊ അച്ഛനൊരു കണ്ടീഷൻ വെച്ചു, നിങ്ങൾ രണ്ടുപേരും പുറത്തു പോകാൻ പാടില്ല, പഠിക്കുക. ഒരു പേര് എൻ്റെ കൂടെ ഉണ്ടാവണം. കാരണം അച്ഛന് ആ സമയത്ത് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വന്നു. അപ്പം ഞങ്ങൾ രണ്ടുപേരും തീരുമാനമെടുത്തു ആർക്കാണ് ഫസ്റ്റ് ചാൻസ് കിട്ടുക. പക്ഷെ ഞാൻ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എഴുതി, എനിക്ക് ശരിക്കും കിട്ടിയില്ല. സോ എൻ്റെ ബ്രദർക്ക് കിട്ടി. അപ്പൊ സെക്കൻഡ് ചാൻസ് അയാൾ ആദ്യം ഇത് കിട്ടി. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഞാൻ ഇവിടെ തന്നെ. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്ട് മാത്തമാറ്റിക്സ് ആയിരുന്നു. അപ്പൊ ഞാൻ BSc മാത്തമാറ്റിക്സിന് ഗുരുവായൂരപ്പൻ കോളേജിൽ ജോയിൻ ചെയ്തു. സോ അപ്പം അച്ഛൻ്റെ കൂടെ അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഫാമിലി ബിസിനസ്സിൽ ഇൻവോൾവ് ചെയ്യേണ്ട പല അച്ഛനെ ഹെൽപ്പ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് വന്നു. അപ്പം പക്ഷേ ഈ ബിസിനസ് ഹെൽപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ എനിക്ക് തോന്നിയത് അച്ഛൻ്റെ കൂടെ നിന്നാൽ ശരിക്കും പ്രോപ്പർലി എൻ്റെ കാര്യങ്ങളൊക്കെ നടന്നു പോകാൻ ബുദ്ധിമുട്ടാണ്. ഫുൾ കൺട്രോൾ അച്ഛൻ്റെ കയ്യിലാണ്. സോ അപ്പോൾ അച്ഛൻ അറിയാത്ത എന്താണെന്ന് ആലോചിച്ചപ്പോൾ ശരിക്കും അച്ഛന് കമ്പ്യൂട്ടർ പരമായിട്ട് കാര്യമൊന്നും അറിയില്ലെന്ന്. അന്നത്തെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് അന്ന് ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റി ഉള്ള IT ഫീൽഡിലാണ്. അപ്പം ഞാൻ MCA പഠിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അച്ഛനൊന്നും വലിയ അഭിപ്രായമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ MCAക്ക് ജോയിൻ ചെയ്തു. പക്ഷേ ആ സമയത്തും ഞാൻ ഈ ബിസിനസ്സിൽ അച്ഛൻ്റെ ബിസിനസ്സിൽ ആക്റ്റീവ്ലി ഇൻവോൾവ്ഡാണ്. പക്ഷേ ആ സമയത്ത് പണ്ട് കാലത്ത് സ്കൂൾ ഡേയ്സിലും ചെറുപ്പം കണ്ട ഒരു അച്ഛനല്ല ഞാൻ പിന്നീട് കണ്ടത്. പുള്ളി ഭയങ്കരമായിട്ട് ഈ ബിസിനസ് കാര്യത്തിലൊക്കെ ഇൻവോൾവ് ചെയ്യും, നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. പക്ഷേ അപ്പം എനിക്ക് മനസ്സിലായി എനിക്ക് കൂടുതലും ഇവിടെ നിന്ന് വർക്ക് ചെയ്യാനുള്ള താല്പര്യം കൂടി. അപ്പം ഞാൻ കൂടുതൽ ബിസിനസ്സിൽ ഇൻവോൾവ് ആയി. എൻ്റെ കോഴ്സ് ഞാൻ കംപ്ലീറ്റ് ചെയ്തെങ്കിലും കമ്പ്യൂട്ടറിനെക്കാട്ടും കൂടുതൽ IT ഫീൽഡിനെക്കാട്ടും കൂടുതൽ എനിക്ക് സിവിൽ സൈഡിനെ താല്പര്യം. ഓട്ടോമാറ്റിക്കലി ആ ഫീൽഡിലേക്ക് നമ്മൾ സെറ്റായി, നമ്മൾ അത് മുന്നോട്ട് പോകാമെന്ന് ഓർപ്പിച്ചു. പക്ഷേ ഈ PW കോൺട്രാക്റ്റും ബാക്കി കാര്യങ്ങളും കൂടുതൽ അച്ഛൻ റോഡ് വർക്കും ബ്രിഡ്ജസ് വർക്കും ആയിരുന്നു എടുത്തിരുന്നത്. എന്നെ വേറെ ഒരു രസമുണ്ട്, ഞാൻ കോളേജിൽ പഠിക്കുമ്പം എന്നെ എല്ലാവരും വിളിച്ച് കളിയാക്കലും പേരും അങ്ങനെ തന്നെയായിരുന്നു. എല്ലാവർക്കും പെട്ടെന്ന് ഓർമ്മ. അപ്പോൾ പക്ഷേ ഈ സിവിൽ കോൺട്രാക്ടിങ്, ഈ PWD ഗവൺമെന്റ് വർക്ക് മാത്രമായിട്ട് അതിൻ്റെ ഒരു ഫ്യൂച്ചർ അതൊന്നും ശരിക്കും അത്ര സെറ്റായില്ല. ആ സെയിം ടൈമിലാണ് അച്ഛനൊരു വീടും കൂടി ഉണ്ടാക്കാന്നുള്ള ഡിസിഷൻ എടുത്തു. അതിന്റെ ഫുൾ തീരുമാനം എനിക്ക് തന്നു. അപ്പോൾ ഞാൻ എൻ്റെതായുള്ള രീതിയിൽ ആ
വീട് ഡിസൈനിങ്ങിനും ബാക്കി കാര്യത്തിനും ഇൻവോൾവ് ആയി. പക്ഷെ അത് ഇൻവോൾവ് ആയ സമയത്താണ് ശരിക്കും എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ അതിനോടുള്ള ഒരു ആഗ്രഹം, ഒരു വീടിനോടുള്ള ഒരു ആഗ്രഹം, അതിനെ അതൊരു ഈ ഊണലും ഉറക്കത്തിൽ നമ്മൾ പറയില്ല 24 മണിക്കൂർ ഇത് തലയിൽ തന്നെ ചിന്ത. അപ്പോൾ ഞാനിങ്ങനെ തിരിച്ചാലോചിക്കാൻ തുടങ്ങി, നമ്മുടെ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി എല്ലാവർക്കും ഇങ്ങനെയായിരിക്കൂലേ, എല്ലാവർക്കും ഒരു വീടിനോട് ഇത്രയും താല്പര്യം ഉണ്ടാവില്ല. ശരിക്കും എനിക്ക് ഡ്രീം ആണോ എന്ന് ചോദിച്ചാൽ ഡ്രീം അല്ല. കാരണം എന്താ വെച്ചാൽ എൻ്റെ അച്ഛനാണ് കാശ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, പുള്ളി പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ എന്നാലും അതിൽ എനിക്കുള്ള ആ ഇൻവോൾവ്മെന്റ് തന്നെ വല്ലാതെ ഒരു പ്രത്യേക രീതിയിൽ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. ആ സമയത്ത് തന്നെ നമ്മൾ എന്ത് പറ്റി, ഞാൻ അച്ഛനോട് സംസാരിച്ചിട്ട് അച്ഛൻ പറഞ്ഞു കുഴപ്പമില്ല, അച്ഛനിടുന്ന കാശ് മേടിച്ചത് ഒരു വീട് ഉണ്ടാക്കിയിട്ട് നമുക്ക് സെയിൽ ചെയ്യാന്ന് തീരുമാനമെടുത്തു. അപ്പൊ വീട് ബിൽഡ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. ഇതും സെയിം ഇൻഡസ്ട്രി തന്നെയാണല്ലോ, ചെറിയൊരു വ്യത്യാസം എന്ന് വെച്ചാൽ നമ്മൾ സ്വന്തമായി ഡെവലപ്പ് ചെയ്യുന്നു. അങ്ങനെ വീട് ഉണ്ടാക്കി സെയിൽ ചെയ്യാൻ. അന്ന് പക്ഷേ എനിക്ക് ഏജ് വളരെ കുറവായിരുന്നു. അപ്പോൾ കാരണം എൻ്റെ PG കംപ്ലീറ്റ് ആയിട്ടില്ല ആ പീരീഡിലേക്ക്. BSc മാത്സ് കഴിഞ്ഞ ശേഷം MCA ക്ക് പോയി. അപ്പോൾ PG കംപ്ലീറ്റ് ഈ വീട് ഉണ്ടാക്കുന്ന സമയത്ത് വീട് വളരെ മനോഹരമായി ഉണ്ടാക്കി. കാരണം ആദ്യമായിട്ട് സ്വന്തം തീരുമാനം എടുത്ത് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ മാർക്കറ്റിൽ അത് സെയിൽ ചെയ്യാൻ വെച്ച സമയത്ത് മാർക്കറ്റിൽ എല്ലാവരും പറയുന്നത് വെച്ചാൽ കുട്ടികൾ ഉണ്ടാക്കിയ വീടാണ്. അപ്പം എന്താ പറയാ, അതിന് നമുക്കൊരു കാര്യം, അവർക്ക് മാർക്കറ്റൊന്നും അത്ര അറിയില്ല. നമുക്കത് വില കുറച്ച് കിട്ടുന്നു. അപ്പൊ ഞാൻ ആകെ കുറച്ച് ലാഭം അതിൽ പ്രതീക്ഷിച്ചില്ലായിരുന്നു. ശരിക്കും വീട് ഉണ്ടാക്കുമ്പോൾ തന്നെ എമൗണ്ട് പറയാന്ന് വെച്ചാൽ 10 ലക്ഷം രൂപയെ വീടിന് ചെലവായിട്ടുള്ളൂ, അന്ന് ചെലവായിട്ടുള്ളൂ. പക്ഷെ ഞാൻ വിൽക്കാൻ വെച്ചത് 12 ലക്ഷം രൂപയ്ക്കാണ്. 11.5 ലാക്സ് കിട്ടിയ വിൽക്കാന്ന് മനസ്സിലുണ്ട്. അത്രേ അതായിരുന്നു എക്സ്പെക്ടേഷൻ. പക്ഷേ മാർക്കറ്റിലൊക്കെ ഞാൻ തന്നെ കേൾക്കാൻ തുടങ്ങി അവിടെ ഒരു 10 ലക്ഷം രൂപയ്ക്ക് ഒരു വീട് കിട്ടാനുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ഭയങ്കര നിരാശ ഉണ്ടാക്കി. അപ്പൊ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എനിവേ ഒരു കാര്യം നമുക്ക് 10 അതുകൊണ്ട് വിറ്റളയാ, എന്നാലും തടി കഴിച്ചില്ലാവുമല്ലോ. പക്ഷെ 10 വിൽക്കാൻ ശ്രമിച്ചപ്പോൾ മാർക്കറ്റ് പറയുന്നുണ്ട് പണ്ട് 12 ചോദിച്ച് 10 ഇട്ടായിരുന്നു, ഇപ്പൊ അത് 8 കിട്ടുന്നു. അത് പിന്നെ ഫെയിലിയറായി. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, എന്നെ കൊണ്ട് ഈ സെയിൽ സാധ്യമല്ല. അങ്ങനെ എങ്ങനെയാണ് ഈ ഇൻഡസ്ട്രിയിൽ ഈ റിയൽ എസ്റ്റേറ്റ് പ്രത്യേകിച്ചും ഹൗസിംഗ് ഇൻഡസ്ട്രിയിൽ എങ്ങനെയാണ് സർവൈവ് ചെയ്യാന്ന് പറ്റി പഠിച്ചു നോക്കിയപ്പം ഇതേ രീതിയിൽ എക്സ്റ്റേണൽ നമ്മൾ സ്വന്തം വിൽക്കുന്ന ഒരു റിയൽ എസ്റ്റേറ്റ് അപ്പാർട്ട്മെന്റ്സ് ആണ്. അപ്പൊ വിചാരിച്ച് ഏതായാലും അപ്പാർട്ട്മെന്റ്സ് സ്റ്റാർട്ട് ചെയ്യാം. ഒരു കാര്യം ചോദിച്ചേ, ഇങ്ങനെ മാറുമ്പോ വീട്ടിൽ അച്ഛന് ഏകദേശം ദേഷ്യമോ അല്ലെങ്കിൽ എന്തിനാ ഇങ്ങനെ പുതിയ സ്ഥലത്തേക്ക് ചാടണേന്ന് ചോദിക്കാറില്ലേ? പക്ഷെ അച്ഛൻ ഓരോ സമയത്തും കൺവിൻസ് ചെയ്യുന്നുണ്ട്. അതാത് ദിവസങ്ങളിൽ ഞാൻ അച്ഛനെ വിളിച്ച് കൺവിൻസ് ചെയ്യുന്നുണ്ട്, ഓരോ ദിവസം ഇങ്ങനെയാണ് നടക്കുന്നത് അങ്ങനെ. പക്ഷെ അച്ഛൻ്റെ നോക്കിട്ടത്തിൽ എന്താ വെച്ചാൽ അച്ഛൻ കാണുന്ന എന്താ, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത മണിക്ക് വാല്യൂലുള്ള സാധനം അവിടെ ഉണ്ട്, വാല്യൂ ഉണ്ട്. പക്ഷെ എനിക്കത് സെയിൽ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് എൻ്റെ ഭാഗത്തുള്ള മിസ്റ്റേക്ക്. സോ അടുത്ത സ്റ്റെപ്പിലേക്ക് വന്ന സമയത്ത് ഈ അപ്പാർട്ട്മെന്റ് ഉണ്ടാക്കിയ സമയത്തും ഇതേപോലെ തന്നെ അപ്പാർട്ട്മെന്റ് അല്ല, അത് സെയിൽ ചെയ്യാൻ ശരിക്കും അറിയില്ല. പക്ഷെ അവിടെ കുറേ കാരണങ്ങൾ വരാൻ തുടങ്ങി. കാരണം അപ്പാർട്ട്മെന്റ് ഉണ്ടാക്കി സെയിൽ ചെയ്യുമ്പോൾ നോർമലി ഒരു വീട് ഉണ്ടാക്കി സെയിൽ ചെയ്യുന്ന പോലെ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്, കുറേ ലീഗൽ ടേംസ് പഠിക്കാനുണ്ട്, അങ്ങനെ പല കാര്യങ്ങളും പഠിക്കാനുണ്ട്. ബാലപാഠം ബാങ്ക് ലോൺസ് എടുത്തു കൊടുക്കണം കസ്റ്റമേഴ്സിന്. അങ്ങനെ കുറേ അവിടെ ഇതൊന്നും അറിയാതെയാണ് എത്തിപ്പെടുന്നത്. പക്ഷെ ബിൽഡിംഗ് ഉണ്ടാക്കാൻ അറിയാം. ബിൽഡിംഗ് ഉണ്ടാക്കി സ്ട്രക്ചർ അത് കോട്ടൂളിയാണ്, കോഴിക്കോട് കോട്ടൂളിയാണ്, മാവൂർ തൊട്ടടുത്ത് തന്നെ കോട്ടൂളി. നമ്മൾ ഒരുമിച്ച് ഒരേ കോളേജിൽ പല വർഷങ്ങളായിട്ട് പഠിച്ചിട്ടുണ്ട്. അതിവിടെ വന്നപ്പോഴാ മനസ്സിലായി. അപ്പൊ കോട്ടൂളി. പക്ഷെ ആ അപ്പാർട്ട്മെന്റ് ഉണ്ടാക്കുമ്പോൾ തന്നെ ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ അന്വേഷിക്കാറുണ്ട് എന്താ അത് എപ്പോഴാണ് സെയിൽ ചെയ്യാന്നൊക്കെ. അവസാനം ഞങ്ങളുടെ കയ്യിൽ കാശോ കുറഞ്ഞുണ്ടെങ്കിൽ ഇത് സെയിൽ ചെയ്യാന്ന് തീരുമാനമെടുത്ത സമയത്ത് തൊട്ട നൈബർക്ക് തന്നെ ഫസ്റ്റ് അയാൾ ഒരു തൊട്ടടുത്ത സ്കൂളിൽ ഒരു മാഷായിരുന്നു. അയാൾ വന്നു, എൻ്റെ അടുത്ത് 2-3 ദിവസം സംസാരിക്കുന്നുണ്ട്. പക്ഷെ അയാൾക്കത് വിൽക്കാനാണ്, അയാളത് പർച്ചേസ് ചെയ്യാനാണ് വരുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. കാരണം എനിക്കിതിൽ ശീലമില്ലല്ലോ. അപ്പൊ അയാള് കാര്യങ്ങളൊക്കെ വർത്താനം വീട്ടുകാരെയൊക്കെ ചോദിച്ചു. വീട്ടുകാർ ഡെയിലി വന്ന് എൻ്റെ സുഖവിവരങ്ങളൊക്കെ അന്വേഷിച്ചു പോകും, സ്ഥിരമായിട്ട് സംസാരിക്കും. അങ്ങനെ അവസാനം അയാൾ തന്നെ എൻ്റെ അടുത്ത് ഒരു ദിവസം ചോദിച്ചു, ഇതിൻ്റെ അകത്ത് ഈ അപ്പാർട്ട്മെന്റ് നിങ്ങൾ എനിക്ക് വിൽക്കുമോ? ഞാൻ പറഞ്ഞു വിൽക്കും, പക്ഷെ അത് നിങ്ങൾക്ക് വേണമെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ അവസാനം ഞങ്ങൾ രണ്ടാളും കൂടി പറഞ്ഞ് കുറച്ച് അങ്ങോട്ട് ബാർഗെയിൻ ചെയ്ത് ഇങ്ങോട്ട് ഒരു എമൗണ്ടിലൊക്കെ ഫിക്സ് ചെയ്തു. ഫിക്സ് ചെയ്ത സമയത്താണ് അടുത്ത പ്രശ്നം. ഈ ബിൽഡർക്ക് ഏറ്റവും വേണ്ട 2 കാര്യങ്ങളാണ്. ഒന്ന് ക്രെഡിബിലിറ്റി, ട്രസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ അയാൾക്ക് എന്നെ കാശ് ഏൽപ്പിക്കണം. അപ്പൊ അത് വിശ്വാസം വേണം. കാശ് ഏൽപ്പിക്കാൻ വേണ്ടി നോക്കുമ്പോൾ അയാൾക്ക് അവിടെ അപ്പോൾ അയാള് ഞാൻ പറഞ്ഞു ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇന്നതാണ്. അപ്പൊ അയാൾ പറഞ്ഞു ഞാൻ 2 ദിവസം അന്വേഷിക്കട്ടെ എന്ന്. അപ്പൊ അയാളെ ഒരു റിലേറ്റീവ് ഉണ്ട്, ഒരു രാമൻ നായർ എന്ന് പറഞ്ഞ ആളാണ്. അയാളെ വിളിച്ച് അന്വേഷിച്ചു. അയാൾ ശരിക്കും എൻ്റെ അച്ഛൻ്റെ സുഹൃത്തായിരുന്നു. അപ്പം രക്ഷപ്പെട്ടു. അപ്പം അച്ഛനാ തുടക്കം. അപ്പോൾ അയാൾ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഞാൻ വളരെ അറിയുന്ന ആളാണ്, 100% നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റും. ഒരു കാരണവശാൽ നിങ്ങളെ
മണി, ഒരു ബുദ്ധിമുട്ടും വരൂല എന്ന് പറഞ്ഞു. പണ്ട് കാലത്തെ പെൺകുട്ടികൾക്ക് കല്യാണം ഇങ്ങനെ വന്ന് അന്വേഷിക്കാം, അയാളെ അറിയോ ഇയാളെ അറിയോ, ഇതിപ്പോ വീട് ഓൾമോസ്റ്റ്. അപ്പൊ നമ്മൾ ഓരോ സ്റ്റെപ്പും അങ്ങനെ പിന്നെ ആ സെയില് നമുക്ക് നടത്തുന്നുണ്ട്. ആ സെയില് നടത്തുമ്പോഴാണ് ആ സമയത്തും ബുദ്ധിമുട്ടുകൾ വന്നു. കമ്പനിക്ക് അന്ന് ശരിക്കൊരു പേര് വേണം. അപ്പോഴാണ് കമ്പനിക്ക് പേരിടുന്നതിനെ പറ്റി ആലോചിച്ച്. അങ്ങനെ കമ്പനിക്ക് ഒരുപാട് പിന്നെ ആൾക്കാരായിട്ട് സംസാരിച്ചു, പല പേരുകളും വന്നു. ഒരു പേരും ശരിയാവുന്നില്ല, നമുക്ക് പെട്ടെന്ന് തീരുമാനമാക്കിയതാണ്. അപ്പൊ എൻ്റെ ബ്രദർ വർക്ക് ചെയ്യുന്നത് UK-ലാണ്, അവിടെ ബിസിനസ്സാണ്. അപ്പം ഞാൻ അവനെ വിളിച്ചു പറഞ്ഞു, അറിയണ എല്ലാവരെയും വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവൻ ഒരു ദിവസം പിന്നെ എന്നെ വിളിച്ചു പറഞ്ഞു, ഏറ്റവും നല്ലൊരു പേരുണ്ട്, ലാൻഡ്മാർക്ക് എന്നാണ്. അപ്പൊ അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി, കാരണം നമ്മുടെ ബിൽഡിംഗ് ആയിട്ടും എല്ലാം ഒരു ലാൻഡ്മാർക്കായി മാറട്ടെ. അങ്ങനെ ലാൻഡ്മാർക്ക് ബിൽഡേഴ്സ് എന്നുള്ള പേര് വന്നു. അങ്ങനെ ആദ്യത്തെ സെയില് അയാൾക്ക് പിന്നെ ഈ മാഷക്ക് നടത്തി. അങ്ങനെ എന്താ പറയാ, ഇന്റൻഷനലി വന്നാൽ ഓട്ടോമാറ്റിക്കലി പല ഇൻസിഡൻസ് കൊണ്ടും നമ്മൾ ഈ റിയൽ എസ്റ്റേറ്റ് ഫീൽഡ്, ഹൗസിംഗ് ഇൻഡസ്ട്രിയിൽ എത്തിപ്പെട്ടു. 25 കൊല്ലമായിട്ട് കോഴിക്കോടുണ്ട്, എന്തുകൊണ്ട് വേറെ ഒരു നഗരത്തിലേക്ക് പോകാൻ തോന്നിയിട്ടില്ല താങ്കൾക്ക്? ഒന്ന് എന്താണ്, 2-3 ഫാക്ടേഴ്സ് ഉണ്ട് അതിൻ്റെ അകത്ത്. ആദ്യത്തെ ഫാക്ടർ എന്ന് പറഞ്ഞാൽ കോഴിക്കോട് എൻ്റെ ഹോം ടൗൺ ആണ്. കോഴിക്കോടിൻ്റെ ഏറ്റവും ഒരുപാട് പ്രത്യേകതകളുള്ള സിറ്റിയാണ്, വളരെ ആതിഥ്യ മര്യാദയുള്ള സിറ്റിയാണ്. ഇവിടെ ഫുഡ് വളരെ ആൾക്കാർക്ക് ഇഷ്ടമാണ്. അങ്ങനെ ഒരുപാട്, അതേപോലെ തന്നെ എനിക്ക് സിറ്റിയും വളരെ ഇഷ്ടമാണ്, കോഴിക്കോടിനെ എനിക്ക് വലിയ ഇഷ്ടമാണ്. അങ്ങനെ കോഴിക്കോട് ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇപ്പോഴും നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, പലപ്പോഴും നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് ഔട്ടർ സിറ്റീസിലേക്ക് പോകാൻ വേണ്ടി ശ്രമിച്ചു. നമ്മൾ ഇപ്പം പെട്ടെന്ന് തന്നെ ഈ ഇയർ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾക്ക് എങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു ഡെവലപ്പ് ചെയ്യാൻ. പക്ഷെ ആ ഓപ്പർച്യൂണിറ്റീസിന്റെ മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ തന്നെ നമ്മൾ ചെയ്യാൻ പറ്റുന്നതിന് പരമാവധി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ ഫുൾ ടൈം ഫോക്കസ്ഡ് ആയി. അപ്പോൾ ഹോം ടൗണിൽ തന്നെ ഫോക്കസ് ചെയ്യാൻ പറ്റി, വളരെ കംഫർട്ടബിൾ ആയിരുന്നു. ഞങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു ഗ്രോത്തും ഞങ്ങൾക്ക് കിട്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ എന്താ പറയാ, പലപ്പോഴും വേറെ സ്ഥലത്തേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും അതിന്റെ സ്പീഡ് കുറഞ്ഞു പോയെന്ന് മാത്രമേ ഉള്ളൂ. അന്ന് 10 കൊല്ലം അല്ല, ഇത്ര 25 കൊല്ലം മുമ്പ് ഇങ്ങനെ ഒരു വീട് പണിയാം, അപ്പാർട്ട്മെന്റ് പണിയാം എന്ന് പറയുമ്പോൾ അന്ന് കാലിക്കറ്റിൽ ഉണ്ടായിരുന്ന ഒരു കുറവുണ്ടാവല്ലോ, ഒരു ബ്രിഡ്ജിങ് ദ ഗ്യാപ്പ് നമ്മൾ പറയുമല്ലോ, അതെന്തായിരുന്നു ശരിക്കും പറയാച്ചാ? കോഴിക്കോട് ശരിക്കും ഞങ്ങൾ നോട്ടീസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, കോഴിക്കോട് ഏറ്റവും കുറവുണ്ടായിരുന്നത് ടൗൺഷിപ്പ് ടൈപ്പ് പ്രൊജക്ട്സ് ആയിരുന്നു ഏറ്റവും കുറവ്. ഞങ്ങളുടെ രണ്ടാമത്തെ പ്രൊജക്ട് മുതലുള്ള പ്രൊജക്ടുകളൊക്കെ ടൗൺഷിപ്പ് ടൈപ്പ് പ്രൊജക്റ്റ് ആയിരുന്നു. രണ്ടാമത്തത് ഒരു പിന്നെ കണ്ണാടിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് സിൽവർ ഗാർഡൻ എന്ന് പറഞ്ഞ അപ്പാർട്ട്മെന്റ്, 3 ഏക്കർ സ്ഥലത്ത് 17 വില്ലെ 54 അപ്പാർട്ട്മെന്റ്സും ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആയിരുന്നു അതെന്ന് ചെയ്തത്. പക്ഷെ അത് പിന്നെ ശരിക്ക് ഒരുപാട് പ്രതിസന്ധികളൊക്കെ തുടക്കത്തിലൊക്കെ ഉണ്ടായിരുന്നു, കാരണം ഏത് ബിസിനസ് തുടങ്ങുമ്പോൾ ഉണ്ടായിരുന്നല്ലോ. പക്ഷെ ആ പ്രൊജക്ട് കഴിയുന്നതോടുകൂടി ശരിക്കും നമുക്ക് നല്ലൊരു അഡ്രസ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി, നമുക്ക് മാർക്കറ്റിലെല്ലാം അറിയപ്പെടുന്ന ഒരാളായി മാറി. പിന്നെ നമ്മൾ തുടങ്ങിയതൊക്കെ ഹൈലാൻഡ്സ് എന്ന ഒരു പ്രൊജക്ട് ആകട്ടെ, ലാൻഡ്മാർക്ക് വേൾഡ് എന്ന പ്രൊജക്ട് ആയിക്കോട്ടെ, വിത്തിൻ 3 ഇയർ കൊണ്ട് തന്നെ ലാൻഡ്മാർക്ക് വേൾഡ് എന്ന പ്രൊജക്ട് നമുക്ക് ലോഞ്ച് ചെയ്യാൻ പറ്റി. 600ഓളം അപ്പാർട്ട്മെന്റ് ഉള്ള പ്രൊജക്ട് ആണത്. അപ്പോൾ അതൊക്കെ ടൗൺഷിപ്പ് ടൈപ്പ് പ്രൊജക്ട് നമുക്ക് കോഴിക്കോട് ഇല്ലായിരുന്നു. ഇന്നും കോഴിക്കോട് ടൗൺഷിപ്പ് കുറവാണ്, വിരലെണ്ണാൻ പറ്റുന്ന ടൗൺഷിപ്പുകൾ എപ്പോഴും കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ. അതിൽ പ്രധാനപ്പെട്ട പ്രൊജക്റ്റൊക്കെ ഞങ്ങൾ ചെയ്തു എന്നുള്ളൊരു അഭിമാനമുണ്ട്. ഒരു കാര്യം ചോദിച്ചോട്ടെ, സാധാരണ ഫ്ലാറ്റ് അല്ലെങ്കിൽ ഇതൊക്കെ ഒരു ദീർഘദൂര പദ്ധതിയാണല്ലോ, കുറേ സമയമായിട്ട് ദീർഘകാലമായിട്ട് ചെയ്യുന്നൊരു പദ്ധതിയാകുമ്പോൾ അതിൽ ക്ഷമ ഒരു ഫാക്ടറാണ്, പിന്നെ അതുമാതിരി ആംബിഷൻ, സ്വപ്നം ഒരു ഫാക്ടറാണ്. ഇതെങ്ങനെയാണ് സാർ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാം? വളരെ രസമുള്ളൊരു ചോദ്യമാണ്. നമ്മളെ ഏറ്റവും വലിയ സ്വപ്നം നമുക്ക് സാക്ഷാത്കരിക്കാൻ നല്ല ക്ഷമ വേണം, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. അതിൽ ഇത് ശരിക്ക് ഒരു ബിൽഡറെ മാത്രം ഒരു പ്രോബ്ലം അല്ല, ബിൽഡറെക്കാട്ടും കൂടുതൽ ക്ഷമ വേണ്ടതും അതേപോലെ കാത്തിരിപ്പ് വേണ്ടതും ഞങ്ങളെ കസ്റ്റമേഴ്സാണ്, ഞങ്ങൾ ഈ ഹോം ബയേഴ്സിനാണ്. കാരണം എന്താ വെച്ചാൽ അവർ ഹാർഡ് ഏണ്ടായുള്ള മണി തന്ന് ഞങ്ങളെ ഏൽപ്പിച്ച്, ട്രസ്റ്റോട് കൂടി ഞങ്ങളെ ഏൽപ്പിച്ചു, എന്നിട്ട് അവർ ക്ഷമിച്ച് കാത്തിരിക്കുക. ഞങ്ങൾക്ക് കാണിച്ചാലുള്ള ടെൻഷൻ എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളൊരു പ്രൊജക്റ്റ് പ്ലാൻ ചെയ്തു, അത് ക്ഷമയോട് കൂടിയിട്ട് അത് തീർത്ത് കാശൊക്കെ മേടിച്ച് തീർത്താൽ മാത്രമേ ഉള്ളൂ, ഞങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ഈ ടൈം പീരീഡ് നമ്മൾ ക്ഷമയോട് കൂടി കവർ ചെയ്തിട്ട് ബാലൻസ് ചെയ്ത് പോകാൻ മാത്രമേ വഴിയുള്ളൂ. അത് ഈ ഒരു ബിസിനസ്സിന്റെ പ്രത്യേകതയാണ്. ഈ ബിസിനസ്സിന്റെ പ്രത്യേകത പറയുമ്പം ഇതിനകത്തുള്ള ഏറ്റവും പ്രത്യേകത, നമ്മൾ ഏത് പ്രൊഡക്റ്റ് മേടിക്കുമ്പോൾ ഒന്നുമില്ല കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾക്ക് ആ പ്രൊജക്റ്റ് മേ ബി ഒരു കാർ മേടിക്കുകയാണ്, നമുക്ക് കാർ ഡ്രൈവ് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ സിമിലർ ആയിട്ടുള്ള വേറെ ഒന്ന് കണ്ടിട്ടുണ്ടാവാം. നമ്മളതിനകത്ത് ഒരു അപ്പാർട്ട്മെന്റ് ഒറ്റ ഒന്ന് ഉണ്ടാക്കാൻ പറ്റും. 10ാമത്തെ ഫ്ലോർ ഒരു അപ്പാർട്ട്മെന്റ് വെച്ചാൽ 10th ഫ്ലോറിൽ ഒറ്റ അപ്പാർട്ട്മെന്റേ ഉള്ളൂ, ആ പ്രൊജക്ട് ഒരൊറ്റ ഒന്നേ ഉള്ളൂ, ആ ലൊക്കേഷനിൽ ഒരൊറ്റ ഒന്നേ ഉള്ളൂ, ഒക്കെ യുണീക്ക് പീസാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ പർച്ചേസ് ചെയ്യുന്ന ആൾക്ക് യാതൊരു, നമുക്കൊന്നും ജസ്റ്റ് പറഞ്ഞു കൊടുക്കാനേ പറ്റും. ഒരു ബ്രോഷർ കാണിച്ച് നിങ്ങളുടെ 10th ഫ്ലോറിലാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് നമുക്ക് പറഞ്ഞു കൊടുക്കാനേ പറ്റുള്ളൂ. അവരും ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യാണ്, ഞങ്ങളും ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യാണ് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ. എനിക്ക് തോന്നുന്നു ലോകത്തിൽ തന്നെ
ഈ പിന്നെ മിനിമം ഒരു 3 വർഷം എടുക്കും തുടക്കത്തിൽ ബുക്ക് ചെയ്ത ആൾക്കാർക്ക് ഒരു പ്രൊഡക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇത്രയും കാശ് തന്നിട്ട് ഇത്രയും ഒരു പ്രൊഡക്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ടൈപ്പ് പ്രൊഡക്റ്റ് എവിടെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അപ്പം പിന്നെ ഈ പറഞ്ഞ 2 കാര്യവും ഇതിനുണ്ടെങ്കിൽ മാത്രമേ ഈ ബിസിനസ് മുന്നോട്ട്. ക്ഷമയും വേണോ, ഡ്രീമും വേണം. അത് 2 പേർക്കുണ്ട്. ഞങ്ങൾക്കുണ്ട് ഡ്രീം, അവർക്കുണ്ട്. കുറച്ചൊരു വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പൈസ കൊടുത്തിട്ടുണ്ട്, കാശ് കൊടുത്തിട്ടാണ്. ഇത്രയും ജീവിതത്തിൽ തിരിഞ്ഞു നോക്കുമ്പോഴേ ഈ വിജയത്തിന്റെ ഒരു റേഷ്യോ കാണുമ്പോൾ താങ്കൾക്ക് ശരിക്കും പറയാച്ചാൽ വ്യക്തിപരമായ ഒരു സ്വഭാവം, ആ ഒരു ക്യാരക്ടർ, ഈ ഒരു സക്സസിനോടൊപ്പം ഇന്നൊരു വ്യക്തിപരമായ ഒരു സ്വഭാവം എന്തായിരുന്നു താങ്കൾക്കൊരു ബിഹേവിയറൽ പാറ്റേൺ നോക്കുമ്പോൾ? അവിടെ ഒരു ഓൺട്രപ്രണർഷിപ്പിന്റെ ഒരു പ്രത്യേകതയാണ് ഇപ്പം ചോദിച്ചത്. നമുക്ക് വിജയങ്ങൾ ഉണ്ടായിക്കൊണ്ട് നിൽക്കുമ്പം നമുക്ക് കൂടുതൽ കൂടുതൽ വിജയങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ മനസ്സെന്നും പിന്നെ നമ്മൾ പണ്ട് പഠിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ആദ്യം 80% മാർക്ക് മേടിച്ചാലാണ് 85 വേണ്ടത്. 85 കിട്ടിയാലാണ് 90 താല്പര്യം. അപ്പൊ അതേപോലെ തന്നെ നമുക്കും ഈ പിന്നെ ഓരോ വിജയങ്ങൾ നമുക്ക് തരുന്നത്, നമ്മളെല്ലാവരും എന്നോട് ചോദിക്കും കാശ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണോ ബിസിനസ് ചെയ്യുന്നത്? ഒരിക്കലും അല്ല. ഞാൻ എല്ലാവരോടും പണ്ട് മുതലേ പറയണ ഒരു ചൊല്ലുണ്ട്. നമ്മളെ ഓഫീസിൽ എപ്പോഴും പറയും, പഴയ കാലഘട്ടങ്ങളിൽ എപ്പോഴും പറയും എന്താ, നമ്മളെ എസെൻഷ്യൽ ബേസിക് നീഡ്സ് എന്താ, ഒരു വീട്, ഫുഡ്, ഒരു ഷെൽട്ടർ, ഇങ്ങനെയാണ് പറയാ. പക്ഷെ ഞാൻ എല്ലാവരോടും പറയാ എന്താ വെച്ചാൽ, നമുക്ക് ഇത് 3 കിട്ടണമെങ്കിൽ ഒരു സാധനം മതി, നല്ലൊരു ജോലി മതി, അല്ലെങ്കിൽ നല്ലൊരു ബിസിനസ് മതി. അതുണ്ടെങ്കിൽ ഇത് 3 ഉണ്ടാവും. കാശ് ഉണ്ടായാൽ ഇത് 3 നമുക്ക് ഉണ്ടാക്കാം. ഫുഡ് ഉണ്ടാക്കാം, ഷെൽട്ടർ ഉണ്ടാക്കാം, അതേപോലെ തന്നെ നമുക്ക് പിന്നെ ഡ്രസ്സും ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് വേണ്ട ശരിക്കും ഇത് നമ്മളൊരു പാഷനേറ്റ് ആയിട്ട് കാണുന്ന ഒരു ഫീൽഡാണ്. ആ പാഷനാണ് നമ്മളെ ഡ്രൈവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പിന്നെ ഓരോ സക്സസ് എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ എൻജോയ് ചെയ്യുന്നത് നമ്മുടെ ആഗ്രഹങ്ങൾ, നമുക്ക് ഓരോ അച്ചീവ്മെന്റ്സും നമ്മൾ അത്രയും സെലിബ്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോവുക. അതാണ് ശരിക്കും നമുക്ക് മുന്നോട്ട് ഡ്രൈവ് ചെയ്യാനുള്ള ഏറ്റവും വലിയ പ്രചോദനം. ഇതായിരുന്നു പ്രചോദനം അല്ലേ? അപ്പൊ അങ്ങനെയാകുമ്പോ തന്നെ ജീവിതത്തിലെ എന്തെങ്കിലും ഈ വിഷമഘട്ടങ്ങൾ വരുമ്പോ അതെങ്ങനെ കൈകാര്യം ചെയ്യുന്നത്? ജീവിതത്തിൽ നമുക്ക് ഈ വിഷമഘട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വിഷമത്തിനെ വേറെ രീതിയിൽ കണ്ടാൽ മതി. ഞാൻ വേറെ എക്സാമ്പിളോട് കൂടി പറയാം. നമുക്ക് കുട്ടികളുണ്ടായ നമ്മൾ ആദ്യത്തെ പ്രശ്നം എന്താ, ചെറിയ കുട്ടിയാണ്. ഇത് നടന്നു തുടങ്ങി കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നം തീരും. അതുവരെ നമ്മൾ എടുത്തുകൊണ്ട് നടക്കണം. നടന്നു തുടങ്ങി കഴിഞ്ഞാൽ നടന്നു തുടങ്ങിയ പ്രശ്നമാണ്. നടന്നു തുടങ്ങി കഴിഞ്ഞാലോ അവൻ സ്കൂളിൽ പോയ പ്രശ്നങ്ങളാണ്, പഠിക്കാത്ത പ്രശ്നങ്ങളാണ്. അത് കഴിഞ്ഞ് കോളേജിൽ പോയാൽ കോളേജിന്റെ ടീനേജിന്റെ പ്രശ്നങ്ങളാണ്. അത് കഴിഞ്ഞിട്ടോ കല്യാണം കഴിക്കാൻ പോയാൽ കല്യാണം കഴിക്കേണ്ട പ്രശ്നമാണ്. ജോലി അല്ല, കല്യാണം അതിൻ്റെ ജോലിന്റെ പ്രശ്നങ്ങളാണ്. കല്യാണം കഴിച്ചു വന്ന പിന്നെ പ്രശ്നങ്ങൾ തുടങ്ങി. അപ്പോൾ ഒരു കാലത്തും പ്രശ്നങ്ങൾ നമുക്ക് അത് വിചാരിച്ച് നമ്മൾ ആരും കല്യാണം കഴിക്കാതിരിക്കുന്നില്ല, കുട്ടികൾ ഉണ്ടാവാതിരിക്കുന്നില്ല. ഇതേപോലെ തന്നെ ബിസിനസ്സും നമ്മൾ ഓരോ പ്രശ്നങ്ങളും നമ്മൾ ഒരുപാട് പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ ഓരോ നോളേജുകൾ നമുക്ക് തരുന്നുണ്ട്. ആ നോളേജാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താൻ ശ്രമിക്കുന്നത്. ഇപ്പൊ എനിക്കിപ്പോൾ 25 ഇയേഴ്സിന്റെ ഈ ഫീൽഡിൽ എക്സ്പീരിയൻസ് ആണ്. നാളെ രാവിലെ എനിക്കൊരു പുതിയതായി തുടങ്ങും. ഈ 25 കൊല്ലത്തെ എക്സ്പീരിയൻസും എൻ്റെ കയ്യിലുണ്ട്. എനിക്ക് ഏറ്റവും ഇത്രയും കാലയളവിൽ ഏറ്റവും കിട്ടിയ ഏറ്റവും വലിയ സാധനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് 25 വർഷത്തെ എക്സ്പീരിയൻസാണ്. കാശ് ഒരാൾക്ക് കിട്ടാം, പിന്നെ എന്താ പറയുക, ബിൽഡിങ്ങൾ ഒരുപാട് നമുക്ക് പർച്ചേസ് ചെയ്യാം. പക്ഷേ 25 വർഷത്തെ എക്സ്പീരിയൻസ് എന്തായാലും ഒരു ഷോർട്ട് ടൈം കിട്ടൂല. അതൊരു ലോങ് ടൈം കോഴ്സ് ഇല്ല. അതാണ് നമുക്ക് ഏറ്റവും വലിയ അസറ്റ്. അപ്പൊ ഈ ഒരു റിയൽ എസ്റ്റേറ്റ് വരുമ്പോൾ ചില സമയത്ത് പറയും ഇതിപ്പോ ഭയങ്കര ഡള്ളാ, അല്ലെങ്കിൽ അത് ഭയങ്കരമായിട്ട് എന്താ പറയാ കുതിച്ചു നിൽക്കുക, ഇപ്പം മേടിക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ പറയുമ്പോൾ താങ്കളുടെ ഉള്ളിലുള്ള ഡിപ്പാർട്ട്മെന്റിലെയും താങ്കളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്ക് എങ്ങനെയാ സാർ മോട്ടിവേറ്റ് ചെയ്യാറ്? നമ്മുടെ വ്യതിചലനങ്ങൾ എപ്പോഴും ഉണ്ടാവും. ഇപ്പോൾ മിഡിൽ ഈസ്റ്റ് പ്രശ്നം നടക്കുന്നു, അതല്ലെങ്കിൽ വേറെ അങ്ങനെ പലതും ഉണ്ടാവില്ല. റിയൽ എസ്റ്റേറ്റ് ആണ് ഏറ്റവും ആദ്യം മിക്കവാറും അടിക്കുക അല്ലേ, ഫ്യൂൽ പ്രൈസിന്റെ കൂടെ തന്നെ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ആൾക്കാർക്കുള്ള അവനവൻ്റെ ടീമിനെ എങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുക? 2 രീതിയിലാണ് എൻ്റെ ടീം ബിൽഡിങ്. 2 രീതിയിൽ. ഒന്ന് എന്താണെന്ന് വെച്ചാൽ, ആദ്യം ഞാൻ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ഞാൻ ശരിക്കും ഏതൊരാളെ ഒരു ഹയർ പോസ്റ്റിലേക്കുള്ള ആൾക്കാരൊക്കെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ഞാൻ ശ്രദ്ധിക്കാറ് എനിക്കില്ലാത്ത എന്തെല്ലാം ക്വാളിറ്റി അയാൾക്കുള്ളത്. എനിക്കുള്ളതിനെക്കാട്ടും ക്വാളിറ്റി ഉള്ള ആളെ ഹയർ ചെയ്യാൻ എനിക്കിഷ്ടം. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കില്ലാത്ത കാര്യമാണല്ലോ കിട്ടേണ്ടത്. അതേപോലെ തന്നെ എനിക്കില്ലാത്ത മോട്ടിവേഷൻ അയാൾക്കുണ്ടോ, എനിക്കില്ലാത്ത കപ്പാസിറ്റീസ് അയാൾക്കുണ്ടോ, അങ്ങനത്തെ ആൾക്കാരെ എടുക്കാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. മാത്രമല്ല ഞാൻ എക്കാലത്തും ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ഓഫീസിലുള്ള എല്ലാ സ്റ്റാഫിനും ഏത് ലെവലിലേക്ക് ഉയരാനും വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ് ഞാൻ ഉണ്ടാക്കി കൊടുക്കും. ഇപ്പോൾ ഒരു ലോവർ ലെവൽ എംപ്ലോയി ആയാലും അയാളോട് ഞാൻ പറയും, നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഏജ് എനിക്ക് പ്രശ്നമല്ല, നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് പോസ്റ്റും ഞാൻ തരും. അതിനനുസരിച്ച് ഞാൻ എൻ്റെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാം. അതേപോലെ തന്നെ അവരവരോട് പറയും, നിങ്ങൾ ഈ പ്രതിസന്ധികളൊക്കെ നിങ്ങൾ മുൻകൂട്ടി കാണണം, നിങ്ങൾ മോട്ടിവേറ്റഡ് ആവണം.
അതിന് വേണ്ടിയിട്ട് നിങ്ങൾ മാർക്കറ്റ് സ്റ്റഡി നടത്താനോ, നിങ്ങൾ ഈ ഓഫീസിൽ മാത്രം ഇരിക്കേണ്ട, മാസത്തിൽ ഒരു മിനിമം ടൈം നിങ്ങൾക്ക് എവിടെ പോയിട്ടും പഠിക്കുക. നിങ്ങൾക്ക് അതിനുള്ള കാശ് ഞാൻ സ്പെൻഡ് ചെയ്യും. നിങ്ങൾ പഠിച്ച് ഏറ്റവും അപ്ഡേറ്റഡ് ആയി നിൽക്കുക. അത് തന്നെയാണ് ഇതിന് ഏറ്റവും വലിയ ഏത് നമ്മളെ പ്രതിസന്ധികളും ഏത് പ്രശ്നങ്ങളും മറികടക്കാനുള്ള ഏക വഴി അത് തന്നെയാണ്. നമ്മളെ കൂടെയുള്ള ടീം മോട്ടിവേറ്റഡ് ആയി നിൽക്കുക. അതല്ലാതെ വേറെ ഒരു ഓപ്ഷനും ഇല്ല. ചില സമയത്ത് നമ്മളൊരു ഡിസിഷൻ എടുക്കുന്ന സമയത്തെ താങ്കളുടെ അനുഭവം, ഈ 25 വർഷത്തെ അനുഭവമാണോ, അതോ ഡേറ്റയാണോ, അതല്ലെങ്കിൽ ഒരു ഉൾക്കാഴ്ച ഉണ്ടോ, ഒരു ഇൻറ്റ്യൂഷൻ, ഹൈ ഇത് ഇങ്ങനെയായിരിക്കാം, അപ്പോൾ അതെങ്ങനെയാണ് ബാലൻസ് ചെയ്ത് ഒരു ഡിസിഷനിലേക്ക് എടുക്കുക? അതിന് ശരിക്ക് മൂന്നും ഓരോ പ്രപ്പോർഷനേറ്റ്ലി നമുക്ക് യൂസ് ചെയ്യണം. ഒന്ന്, ചില സമയത്ത് ഒരു ഉൾക്കാഴ്ച മാത്രമായിരിക്കും നമ്മളെ ഒരു ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്യുന്നത്. പക്ഷേ നമുക്ക് കറക്റ്റായിട്ടുള്ള ഡിസിഷനാണ് നമ്മൾ എടുക്കേണ്ടതെന്ന് വെച്ചാൽ അത് ഡാറ്റ ഡ്രിവൺ ആയിട്ട് എടുത്താൽ അത് ശരിയാവാനുള്ള ചാൻസസ് സോ ഹൈ ആണ്. നമ്മൾ മൂന്നാമത്തെ എന്തായിരുന്നു പറഞ്ഞത്? എക്സ്പീരിയൻസ്. സോ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഡാറ്റ ഡ്രിവൺ ആയിട്ട് എടുക്കുകയും ചെയ്യുക. അതേപോലെ നമ്മൾ എക്സ്പീരിയൻസിന്റെ ബാക്കപ്പും നമ്മളൊരു വിഷനോട് കൂടി ഒരു ഇൻഡ്യൂഷനോട് കൂടിയും ചെയ്ത് കഴിഞ്ഞാൽ അത് 100% സക്സസ് ആയിരിക്കും. പേപ്പറിൽ വളരെ ഗംഭീരമായിരുന്നു കാര്യം, പക്ഷെ താങ്കൾക്ക് തോന്നി ഇത് ശരിയാവില്ല. എന്നാലും താങ്കളുടെ ടീമിന്റെ കൂടെ നിന്ന് അവരുടെ ഡിസിഷനൂടെ പോയി. എന്നിട്ട് അത് ശരിക്കും പറഞ്ഞാൽ താങ്കളുടെ ഇൻഡ്യൂഷൻ ആയിരുന്നു ശരിയെന്ന് പിൻകാലത്ത് തെളിയിച്ചു. അങ്ങനത്തെ ഒരു എക്സാമ്പിൾ ഉണ്ടോ? എക്സാമ്പിൾ ഇല്ല. എക്സാമ്പിൾ ശരിക്കും ഒരുപാടുണ്ട്. എനിക്കിപ്പോൾ ഓർമ്മയിൽ പെട്ടെന്ന് എക്സാമ്പിൾ വരുന്നില്ല. പക്ഷേ അതിനകത്ത് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അവിടെ നമ്മളെ ഇപ്പം എടുത്ത അത് പേപ്പറിലുണ്ടായതും അത് നമ്മൾ ടീമാണ് ചെയ്തത്. ഇപ്പം ഞാൻ ചെയ്താലും എൻ്റെ ടീം ചെയ്താലും ഒരു 10 കാര്യം ചെയ്താൽ അതിൻ്റെ അകത്ത് 10ഉം ശരിയാവണമെന്ന് ഞാൻ ഒരിക്കലും നിഷ്കർഷിക്കുന്നില്ല. അത് ഞാൻ ചെയ്താലും തെറ്റും, അവർ ചെയ്താലും തെറ്റും. അത് ഞാൻ മെന്റലി ആക്സെപ്റ്റ് ചെയ്യുക. അത് നമ്മൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് അടുത്തിൽ വരാതെ നോക്കുക. അത് മാത്രമേ ചെയ്യാറുള്ളൂ. എല്ലാം നമ്മൾ പേപ്പറിൽ എഴുതുന്നത് നമ്മൾ പണ്ട് പിന്നെ കോളേജിൽ പഠിച്ച പോലെ തിയറി പഠിക്കാൻ സുഖ, പ്രാക്ടിക്കലാണ് ഡിഫിക്കൽട്ട്. അതേപോലെ ഇവിടെ ആ പ്രശ്നങ്ങളുണ്ട്. നമ്മൾ മാനസികമായി ഉൾക്കൊണ്ടാൽ നമുക്ക് ആ ഫെയിലിയേഴ്സിനെ നമ്മളൊരു നോളജ് ആയിട്ട് നമുക്ക് മാറ്റാം. 25 വർഷം മുമ്പ് തുടങ്ങിയ അരുൺ കുമാർ എന്ന് പറയുന്ന ആ ലീഡർ ഇപ്പൊ നോക്കുമ്പോൾ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ശരിക്കും സ്വഭാവം ശരിക്കും 2 രീതിയിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് എടുക്കാം. ഒന്ന് പേഴ്സണൽ ആയിട്ടും എടുക്കാം, ഒന്ന് പ്രൊഫഷണൽ ആയിട്ടും എടുക്കാം. പേഴ്സണലായിട്ട് എടുത്താൽ ശരിക്കും നമ്മൾ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ സെന്റിമെന്റലി നമ്മൾ എമോഷണലി ആണ് അവിടെ ബിഹേവ് ചെയ്യുന്നത്. പ്രൊഫഷണലി ശരിക്കും പറഞ്ഞാൽ 25 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഒരുപാടുണ്ട്. നമുക്ക് കിട്ടിയ ഒരുപാട് എക്സ്പീരിയൻസ്, നമ്മളെ ട്രാവലിംഗ് എക്സ്പീരിയൻസ്, നമ്മളെ ഈ പിന്നെ ഏറ്റവും നല്ലൊരു കമ്മ്യൂണിറ്റിയാണ് നമ്മളെ ബിൽഡർ കമ്മ്യൂണിറ്റി. ബിൽഡർ കമ്മ്യൂണിറ്റിയിലുള്ള നമ്മുടെ പിന്നെ ബാക്കിയുള്ള ബിൽഡേഴ്സായിട്ടുള്ള പിന്നെ ഇടപെടലുകളും കാര്യങ്ങളും അവരുമായിട്ട് ഇൻട്രാക്ഷൻസും ഒക്കെ എൻ്റെ ഓരോ പ്രൊജക്ട്സുകളും എൻ്റെ ഓരോ അടുത്ത സ്റ്റെപ്സും എനിക്കത് പെർഫെക്റ്റ് ആക്കാനും അതിനെ കൂടുതൽ നന്നാക്കാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. ശരിക്കും ഈ 25 ഇയർ എക്സ്പീരിയൻസ് അത് ഏതൊരാൾക്കും അങ്ങനത്തിനാണ്. നമുക്ക് എക്സ്പീരിയൻസ് കൂടുന്നതനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ തീരുമാനിക്കാനും ഡിസിഷൻസ് ടേക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടി വരുമല്ലോ. ഒരു റിസ്ക് എടുക്കുക എന്ന് പറയുന്നത് എപ്പോഴും അത് റിസ്ക് ആണ്, അല്ലെങ്കിൽ റിസ്ക് എടുക്കണം, ആ ചിന്താഗതി ഇപ്പം ഇത് റിസ്ക് എടുക്കാനുള്ള സമയമായി എന്ന് ഒരു അറിവ് എപ്പോഴാണ് ഒരു ഓൺട്രപ്രണർക്ക് വരിക? റിസ്കിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ഓൺട്രപ്രണറെ ശരിക്കും പറഞ്ഞ ഡെഫിനിഷൻ നോക്കുകയെന്ന് വെച്ചാൽ റിസ്ക് എടുത്തിട്ട് നെക്സ്റ്റ് ലെവലിലേക്ക് കമ്പനീനെ കൊണ്ടുവന്നതാണ് ഓൺട്രപ്രണർ. ബാക്കിയുള്ള ലീഡർഷിപ്പും അതേപോലെ മാനേജർ ജോലിയും ഒക്കെ നമ്മുടെ താഴെയുള്ള ആൾക്കാർ ഇഷ്ടം പോലെ ചെയ്യും. പക്ഷേ ഈ ജോലി റിസ്ക് എടുക്കലും കമ്പനീനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകുമ്പോൾ എനിവേ ഒരു റിസ്ക് എടുക്കണം. ആ റിസ്കിൻ്റെ ഒരു ബൈ പ്രൊഡക്ട്സ് കുറേ ഉണ്ട്. അതിലൊരു ഭാഗമാണ് ക്രൈസിസ്. അപ്പം ഒബ്വിയസ്ലി റിസ്ക് എടുക്കുമ്പം ക്രൈസിസ് വന്നേക്കാം. പക്ഷെ ക്രൈസിസിനെ നമ്മൾ എപ്പോഴും അതൊരു ത്രെട്ടായിട്ട് എടുക്കാൻ പാടില്ല. എൻ്റെ ഒരു വ്യൂവിൽ ക്രൈസിസിനെ എപ്പോഴും നമ്മളൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ലൈഫിൽ ഇത്രയും കാലം 25 ഇയേഴ്സ് ബിസിനസ് ചെയ്തപ്പം എനിക്ക് ആദ്യ കാലഘട്ടങ്ങളിൽ ഒരു പിന്നെ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ ഈ ബിസിനസ്സേ വേണ്ടാന്ന് വിചാരിച്ചത് വലിയൊരു പബ്ലിക് പ്രോബ്ലം വന്നു. അവിടെ പബ്ലിക്സ് പറഞ്ഞു ഇവിടെ ഇങ്ങനത്തെ ഒരു അപ്പാർട്ട്മെന്റ് പ്രൊജക്റ്റ് വേണ്ട. പക്ഷേ അപ്പം ഞാനും വിചാരിച്ചു ഇനി ഈ ബിസിനസ് വേണ്ട, പരിപാടി നിർത്തിക്കളയാം. പക്ഷെ ഞാൻ വിചാരിച്ചു ഇത്രയായി ഇനി അതെന്തിനാ പിന്നോട്. പക്ഷെ ഞാൻ ഒരുപാട് എഫേർട്ട് എടുത്ത് അവിടുത്തെ ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി. എന്ന് ശരിക്കും അവിടുത്തെ ജനങ്ങൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ്. അപ്പോൾ അത് മനസ്സിലാക്കി ഞാനത് ബിൽഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് അങ്ങനത്തെ ഒരു ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. കാരണം എനിക്ക് മനസ്സിലായി എങ്ങനെയാണ് ജനങ്ങളോട് ഇടപെടേണ്ടത്, ജനങ്ങൾക്ക് വേണ്ട ഇൻഫർമേഷൻസ് എങ്ങനെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയ ക്രൈസിസ് ആണ് എൻ്റെ ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റിയത്. അത് ശരിക്കും എൻ്റെ ഇന്റേണലി എക്സ്റ്റേണലി ആയിട്ട് വരുന്ന പല രീതിയിലുള്ള ക്രൈസിസുകളുണ്ട്. എൻ്റെ ഓഫീസിൽ ഒരു മെയിൻ സ്റ്റാഫ് പോയാൽ എനിക്കൊരു ക്രൈസിസ് ആയിട്ട് വേണേൽ കാണാം. അത് വേണേൽ പുതിയ നല്ല ആളെ കൊണ്ടുവന്ന് അത് ഓപ്പർച്യൂണിറ്റി ആക്കാം. ഗവൺമെന്റ് സൈഡിൽ നിന്ന് പല പ്രശ്നങ്ങളും വരാം. 2020 ഓൾ ഇന്ത്യയിൽ റെറ റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി ഇംപ്ലിമെന്റ് ചെയ്തു. അതേപോലെ തന്നെ കേരളത്തിൽ അത് വളരെ അപ്പം അന്ന് എല്ലാവരും പറയപ്പെട്ടു അതോടുകൂടി റിയൽ എസ്റ്റേറ്റ് തീർന്നു. പക്ഷേ ശരിക്കും ഉണ്ടായത് എന്താ, റിയൽ എസ്റ്റേറ്റിന് ട്രാൻസ്പെറൻസി വന്നു. നമ്മളത് കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്തു. മാത്രമല്ല നമ്മുടെ ഓഫീസിലും ആ ട്രാൻസ്പെറൻസി
ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചു. ഇന്ന് നമ്മൾ സേഫാ. പണ്ട് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത തെറ്റുകൾ കൂടെ ഇന്ന് നമുക്ക് തിരുത്തിയെടുക്കാൻ പറ്റും. ആ ക്രൈസിസ് ശരിക്കും നമുക്ക് ഓപ്പർച്യൂണിറ്റി ആക്കാൻ പറ്റി. അതേപോലെ തന്നെ നമുക്ക് ഇന്റേണലി ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു. എൻ്റെ കമ്പനിയിൽ എനിക്കൊരു പാർട്ണർ ഉണ്ടായിരുന്നു. ആ പാർട്ണർ ഇതേമാതിരി ഞങ്ങൾ ഐഡിയോളജിക്കലി ഞങ്ങളെ ഐഡിയാസ് ഡിഫറെൻ്റ് ആയി തുടങ്ങിയ സമയത്ത് ഞങ്ങൾ പാർട്ടീഷനായ സമയത്ത് എനിക്ക് ഫിലോസഫിക്കലി എനിക്ക് ശരിയാണെന്ന് തോന്നുന്ന രീതിയിൽ ഞാൻ മുന്നോട്ടേക്ക് പോയി. അപ്പോൾ അതും ശരിക്കും പറഞ്ഞാൽ കമ്പനിയുടെ ഒരുപാട് വളർച്ചയിലേക്കും കാലിക്കറ്റ് ലാൻഡ്മാർക്ക് ബിൽഡേഴ്സ് എന്നുള്ള കമ്പനി വേറെ ഫേസിലേക്ക് കൊണ്ടുപോകാൻ എനിക്ക് സാധിച്ചു. അതും ശരിക്കും എൻ്റെ ജീവിതത്തിൽ നോക്കുകയാണെങ്കിൽ തുടക്കത്തിൽ അതൊരു ക്രൈസിസും ഒരു റിസ്ക്കും പോലെ ഫീൽ ചെയ്തെങ്കിലും ഇന്നത് ശരിക്കും ഓപ്പർച്യൂണിറ്റീസും എനിക്കിത് മെൻ്റലി വളരെയധികം സന്തോഷവും സുഖവും നൽകുന്നുണ്ട്. വെരി ഗുഡ്. അപ്പോൾ ശരിക്കും എൻ്റെ ഞാൻ കല്യാണം കഴിച്ച സമയത്തൊക്കെ വൈഫിനോട് 1/2 മണിക്കൂർ സംസാരിക്കും, അച്ഛനോട് 3 മണിക്കൂർ സംസാരിക്കും. അപ്പോൾ വൈഫ് എപ്പോഴും എന്നോട് ചോദിക്കുന്നത് അച്ഛനോട് ഇത്ര, പക്ഷെ അച്ഛനോട് ചോദിക്കുക അത്ര ഇൻട്രസ്റ്റിംഗ് ആണ്. ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും. പക്ഷെ അതെനിക്ക് അറിയില്ലായിരുന്നു ജീവിതത്തിൽ ഇത്ര യൂസ്ഫുൾ ആവുമെന്ന് എനിക്കറിയില്ലായിരുന്നു. അന്ന് അച്ഛൻ ഇങ്ങനെ പറഞ്ഞു. ഞാൻ എന്താ വെച്ചാൽ എൻ്റെ ഒരു മനസ്സുഖത്തിനും ചെറിയ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു അഡ്വൈസ് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചോദിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്നും ഞാൻ ജീവിക്കുന്നതും ഇന്നും ഞാൻ ഓരോ സ്റ്റെപ്പ് എടുക്കുമ്പോഴും ആ സ്റ്റെപ്പാണ്. അത് അത്രയും വലിയ ട്യൂണിങ് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ഇന്നും ശരിക്കും എനിക്കൊരു പ്രശ്നം വന്ന് എനിക്ക് നല്ല ഏകദേശം ഒരു എന്താണ് ഞാൻ എടുക്കേണ്ട സ്റ്റെപ്പ് എന്ന് എനിക്ക് കറക്റ്റ് അറിയാം. എന്നോട് പണ്ട് പറയും, നമുക്ക് പറ്റാത്ത ഒരാളാണെങ്കിൽ അച്ഛൻ പറയും, പറ്റാത്ത ഒരാളാണെങ്കിൽ നീ ആ ബന്ധം വെക്കല്ലോ, നീ അവിടുന്ന് ഒഴിഞ്ഞു പോയേക്കണം, പിന്നെ അതിൻ്റെ വയ്യാലെ പോരുത്, അത് പിന്നെ നിനക്ക് വലിയ പ്രശ്നം. അങ്ങനെ ഓരോ നമുക്ക് പെട്ടെന്ന് ഓരോ ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് തോന്നും വേണ്ട വേണ്ട വേണ്ട. അല്ല അത് അപ്പോൾ ഇപ്പം നമ്മുടെ പുതിയൊരു ആൾക്കാരെ നെക്സ്റ്റ് ജനറേഷൻ ലീഡേഴ്സിനെ താങ്കൾ ലാൻഡ്മാർക്ക് ബിൽഡേഴ്സിൽ ഡെവലപ്പ് ചെയ്യുമ്പോൾ എന്തൊക്കെ ക്യാരക്ടേഴ്സാണ് നോക്കാറ്? ശരിക്കും പ്രധാനമായിട്ടും നോക്കേണ്ട 3-4 ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ പ്രധാനമായിട്ടും നോക്കുന്നത് വെച്ചാൽ അയാൾ നല്ല ടീം പ്ലെയർ ആയിരിക്കണം. കാരണം എന്നാൽ മാത്രമേ ഉള്ളൂ നമ്മളെ പോലത്തെ ഓർഗനൈസേഷനിൽ ഇത്രയും പേരടങ്ങുന്ന ഒരാളായി ഏറ്റവും നല്ല ടീമിനെ ബിൽഡ് ചെയ്ത് സക്സസ് ഉണ്ടാക്കാൻ. ഒരാൾക്ക് ഒരിക്കലും വലിയൊരു സക്സസ് ഉണ്ടാക്കാൻ പറ്റില്ല. അതൊരു ടീമിന് മാത്രമേ ആ സക്സസ് ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. പിന്നെ രണ്ടാമത്തെ സ്ഥാനം എന്ന് വെച്ചാൽ അയാളുടെ കോൺഫിഡൻസ് ലെവൽ. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അയാൾ എന്നും പഠിക്കുന്ന ആളാണോ, പുതിയ കാര്യങ്ങൾ പഠിക്കാൻ താല്പര്യമുള്ള ആളാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആളാണ്. പുതിയ കാര്യങ്ങൾ പഠിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അയാൾ ഡെഡാണ്, അയാൾ കഴിഞ്ഞു, പിന്നെ അയാളെ ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് സാധ്യമല്ല. അങ്ങനെ 3-4 ഫാക്ടേഴ്സാണ് ശരിക്കും ഞാൻ നോക്കാറ്. ചിലപ്പോൾ അയാൾ നോളജബിൾ ആയിരിക്കില്ല, പക്ഷെ അയാളുടെ ഉള്ളിൽ ഉയരണം, ഞാൻ പഠിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ വേണം അയാളെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ, ഏത് ലെവലിൽ നമുക്ക് എത്തിക്കാൻ സാധിക്കും. താങ്കൾക്ക് പക്ഷെ എല്ലാം ഇൻഹൗസ് ഉണ്ട് ഇവിടെ അല്ലേ? എല്ലാം ഡിസൈനേഴ്സ് ആണെങ്കിലും ആർക്കിടെക്ട്സ് ആണെങ്കിലും. അപ്പോൾ അതെ, അങ്ങനത്തെ ഡിസിഷൻ എടുക്കാനുള്ള കാരണം എന്താ? അതും ഒരുപാട് കാര്യങ്ങൾ കൊണ്ടാണ് ഡിസിഷൻ എടുത്തത്. ശരിക്കും ലാൻഡ്മാർക്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പ്രധാനമായിട്ടും ഡിസൈനിങ് ആയാലും മാർക്കറ്റിംഗ് ആയാലും കൺസ്ട്രക്ഷൻ വിങ് ആയാലും നമ്മുടെ ഇൻഹൗസ് ആണ്. അതുകൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളും ഉണ്ട്. മേ ബി ഏത് ഗുണങ്ങൾക്കും ചെറിയ സൈഡ് എഫക്ട്സും ഉണ്ടാവും. എന്താ സൈഡ് എഫക്ട്? രണ്ടും പറയാം. ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു തീരുമാനം എടുക്കുമ്പോൾ നമ്മുടെ ടീം നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാം. നമ്മൾ ഏത് തീരുമാനങ്ങളും ഒരു തേർഡ് പാർട്ടിയുടെ അടുത്തുനിന്ന് അതിൻ്റെ ഒരു തേർഡ് പാർട്ടിന് ഒരു പെർമിഷൻ കിട്ടുമോ, തേർഡ് പാർട്ടിനോട് ചോദിക്കുകയൊന്നും വേണ്ട. എനിക്കിപ്പോൾ ഒരു ഡിസൈൻ ചെയ്യണം, അല്ലെങ്കിൽ ഡിസൈനിങ്ങിൽ പുതിയ രീതിയിലുള്ള ഒരു മെത്തേഡ് വേണം, അതല്ല എനിക്കിപ്പം ലോകം മൊത്തം ചേഞ്ച് ആയിക്കൊണ്ടിരിക്കണം, ആ രീതിയിലുള്ള ഡിസൈൻ വേണം, അത് ചെയ്യണം എന്ന് പറയുമ്പോൾ ടീം നമ്മളെ കൂടെ നിൽക്കും. ആ ടീമിനെ കൺവിൻസ് ചെയ്യേണ്ട ജോലി മാത്രമേ എനിക്കുള്ളൂ, അവർ കൂടെ നിന്ന് നമ്മൾ ചെയ്തു. മറ്റേ തേർഡ് പാർട്ടി ആകുമ്പോൾ ചിലപ്പോൾ അവർ ഓക്കെ ആവാം, ഓക്കെ ആവാതിരിക്കാം, അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അതേപോലെ കൺസ്ട്രക്ഷനിലായി കഴിഞ്ഞാലും നമ്മളൊരു കോൺട്രാക്റ്റാണ് ഏൽപ്പിക്കുന്നതെന്ന് വെച്ചാൽ മിഡിലിൽ വെച്ചിട്ട് പല ചേഞ്ചസ് ഒക്കെ ഉണ്ടാവും, പല രീതിയിലുള്ള പ്രോബ്ലംസ് അതിൻ്റെ ഉള്ളിൽ വരാം. ഇവിടെ അങ്ങനത്തെ ഒരു പ്രോബ്ലംസ് ഒന്നുമില്ല. നമ്മൾ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തു, എല്ലാവരും ഓക്കെയാണ്, നാളെ ആ ഡിസിഷനിൽ മുന്നോട്ടേക്ക് പോവാം. അത് ഓവർ ദ നൈറ്റ് അല്ലെങ്കിൽ വിത്തിൻ അവേഴ്സ് അല്ലെങ്കിൽ വിത്തിൻ ദ മിനിറ്റ്സ് കൊണ്ട് നമുക്ക് തീരുമാനം എടുത്ത് മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷേ ഞാൻ സൈഡ് എഫക്ട് എന്ന് പറഞ്ഞാൽ ഒക്കെ നമ്മളെ ആൾക്കാരാണ്. അപ്പോൾ ഒക്കെ നമ്മളെ ആളാകുമ്പോൾ നമുക്ക് തോന്നും എന്താ പറയുക, എപ്പോഴും നമ്മൾ ഈ മലയാളത്തിൽ വെച്ചിട്ടുണ്ട് ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്ന് പറഞ്ഞാൽ നമുക്ക് വേറൊരു ബിൽഡിംഗ് കാണുമ്പോൾ തോന്നും ഇത് നമ്മുടെ ടീം ചെയ്തിട്ടാണ് അത് ശരിയാവാത്തത്. പക്ഷെ അവരും ഇത് ചോദിക്കുന്നുണ്ടാവും. അങ്ങനത്തെ ഒരു ഫീല് നമുക്ക് എപ്പോഴെങ്കിലും ചിലപ്പോൾ വരും. അതേപോലെ തന്നെ നമ്മുടെ ആൾക്കാരാവുന്ന സമയത്ത് എന്താ പറയുക, ചില നമ്മുടെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ നമ്മൾ ഇതിൻ്റെ അകത്ത് അഡ്ജസ്റ്റ് ആവേണ്ടി വരും. അത് ഓട്ടോമാറ്റിക്കലി മറ്റേതാകുമ്പോൾ ആ ഭാഗത്തൊരു പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഒരു സെന്റിമെന്റൽ പാർട്ടി നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. തേർഡ് പാർട്ടിയാണ്. നമ്മളെ എന്താ പറയുക ബിസിനസ് സ്റ്റൈലിൽ മാത്രം ഇടപെട്ടാണ്. ഇത് ബിസിനസ് മാത്രമല്ല, നമ്മളെ കൂടെ ഉള്ള നമ്മുടെ എംപ്ലോയീസ് ആണ്. മാത്രമല്ല നമ്മളവിടെ ഒരു ഫാമിലി പോലെ നിൽക്കുക. നമ്മളവിടെ ശരിക്കും ബിസിനസ്സാണ് നടത്തുന്നതെങ്കിലും എമോഷണലി നമ്മളെല്ലാവരും കണക്റ്റഡ് ആണ്. കാരണം ഈ കമ്പനിയിൽ തന്നെ 25 വർഷമായ കമ്പനി 20 വർഷത്തിൽ കൂടുതൽ വർക്ക് ചെയ്ത് ഒരുപാട് എംപ്ലോയീസ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് അവരുടെയും കൂടി കമ്പനിയാണ്, എന്റെ മാത്രം കമ്പനിയല്ല. ശുണ്ടിയുണ്ടോ?
ശുണ്ഠി ഉണ്ടോന്ന് വെച്ചാൽ അത് ഏത് മനുഷ്യനും ഉണ്ടാവുമല്ലോ. നല്ല ഉത്തര. സാധാരണ ഇപ്പൊ ഒരു ഫ്ലാറ്റ് നിർമ്മാണത്തിൽ അപ്പൊ ഇത് ഞാനിപ്പോ ആലോചിക്കുന്നു, കുറെ വിലക്കുറവ് നോക്കണം. എന്നാൽ അതിന്റെ കൂടെ തന്നെ എന്നാ ഇതിന്റെ മെറ്റീരിയൽസിന്റെയും അല്ലെങ്കിൽ അങ്ങനത്തെ കുറെ വില വ്യതിയാനങ്ങൾ വരുന്ന ഒരു ഇൻഡസ്ട്രി ആകുമ്പോൾ എല്ലാം ബാലൻസ് ചെയ്ത് എങ്ങനെ കൊണ്ടുപോകാറ്? ഒരു വില നിശ്ചയിക്കുമ്പോൾ, ഒരു പ്രോജക്റ്റ് പ്ലാൻ ചെയ്യുമ്പോൾ, ഒരു വില നിശ്ചയിക്കുമ്പോൾ അതിൽ 2 രീതിയിലുള്ള വിലകളാണ് ഇവിടെ ഉള്ളത്. ഒന്ന് എന്താ വെച്ചാൽ നമ്മൾ സെയിൽ ചെയ്യുന്ന എമൗണ്ട്, കാരണം നമ്മൾ ഇൻഫ്ലോയിലേക്ക് വരുന്ന സാധനങ്ങളും അതേപോലെ നമ്മൾ എക്സ്പെൻഡിച്ചർ പാർട്ടും. നമ്മളെന്താ ചെയ്യുന്നത് വെച്ചാൽ നോർമലി ഒരു അപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ് തുടങ്ങുന്ന സമയത്ത് ഇനീഷ്യൽ പ്രൈസിങ്ങും ഒരു ഫൈനൽ പ്രൈസിങ്ങും ആണ്. നമുക്ക് ഏവറേജ് പ്രൈസിംഗ് ആ വേണ്ടത്. നമ്മൾ ഓവർ ഒന്നെങ്കിൽ ഇത്ര യൂണിറ്റ് 100 യൂണിറ്റ്സുള്ള പ്രൊജക്റ്റ് ആണെങ്കിൽ 25 ഓരോ 25 യൂണിറ്റ്സ് കഴിയുമ്പോഴും അതിനനുസരിച്ചുള്ളൊരു മാർക്കറ്റിനനുസരിച്ച് പ്രൈസ് ഹൈക്ക് ഉണ്ടാവും. അതേപോലെ തന്നെ അപ്പം നമുക്ക് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻഫ്ലോ വരും. അതേപോലെ എക്സ്പെൻഡിച്ചർ പാർട്ടാണെങ്കിൽ നമ്മളെപ്പോഴും നമ്മൾ ഒരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് മാർക്കറ്റിൽ അതാത് സമയത്ത് ഓരോ ഇയറിലും ഒരു എസ്കലേഷൻ വരുന്നതിന് ഏകദേശം ഒരു ലിമിറ്റ് ഉണ്ട്. അത് ആദ്യമേ നമ്മൾ കണക്ക് കൂട്ടിയിട്ടാണ് നമ്മൾ ഈ എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. 10 കൊല്ലം മുമ്പ് അല്ലെങ്കിൽ 5 കൊല്ലം മുമ്പ് ഒരു വീട് മേടിക്കാൻ വരുന്ന ഒരാളും ഇപ്പം മേടിക്കാൻ വരുന്ന ഒരാളുടെ മനസ്സിലെ വ്യത്യാസങ്ങൾ തോന്നിയിട്ടുണ്ടോ? ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പോൾ എൻ്റെ തുടക്കം ഇപ്പോഴും പറയാം, പണ്ട് കാലത്തൊരു വീട് പർച്ചേസ് ചെയ്യാൻ വരുന്ന ഒരാൾക്ക് അയാൾക്കൊന്നുമില്ല, അയാൾക്ക് ആ ഡോറ് തുറന്ന് അയാളുടെ ഉള്ളിലുള്ള 4 ചുവരുകൾക്കുള്ളിൽ എന്തുണ്ടെന്ന് മാത്രമേ അയാളെ നോട്ടുള്ളൂ. അല്ലാതെ അയാൾക്ക് കോമ്പൗണ്ടോ, എൻ്റെ ഫസ്റ്റ് പ്രോജക്റ്റൊക്കെ ഇപ്പം ഞാൻ ആലോചിക്കും, ഒരു കാർ പാർക്കിംഗ് പോലും വേണ്ടാന്ന് പറഞ്ഞിട്ടാണ് അപ്പാർട്ട്മെന്റ് എടുത്ത ആൾക്കാർ എത്രയോ ഉണ്ട്. ഇന്ന് ആദ്യം ചോദിക്കുന്നത് എത്ര കാർ പാർക്കിംഗ് നിങ്ങൾ തരുന്ന, നമുക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാനാണ് ബുദ്ധിമുട്ട്. കാരണം കാർ പാർക്കിങ്ങിന് അത്രയും സ്ഥലങ്ങൾ വേണം ഇന്ന്. കാരണം ഓരോ ആൾക്കാർക്ക് 3ഉം 4ഉം കാറുകളുണ്ട്. ഈ കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്ഥലം അവർ നോക്കുന്നുണ്ട്. അപ്പം നമുക്കത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമോ? ചില ആൾ അപ്പാർട്ട്മെന്റ് നല്ലതായിരിക്കാം, ചിലപ്പോൾ കാർ പാർക്ക് ചെയ്യാൻ സൗകര്യം അതുകൊണ്ട് അപ്പാർട്ട്മെന്റ് എടുക്കാതെ. പിന്നെ ആമിനിറ്റീസ് അതേപോലെ തന്നെ നമുക്ക് സൗകര്യങ്ങളൊന്നും എല്ലാവർക്കും ഇഷ്ടം പോലെ വേണം. സ്വിമ്മിംഗ് പൂൾ വേണം, ജിമ്മ് വേണം, അതേപോലെ നല്ല ലോബി വേണം, റിക്രിയേഷൻ സ്പേസ് വേണം, ചിലവർക്ക് നല്ല ഗാർഡൻ വേണം, ഇങ്ങനത്തെ നല്ല സെക്യൂരിറ്റി സിസ്റ്റം വേണം. അങ്ങനെ ഒരുപാട് കാരണങ്ങൾ. ഇപ്പം ഓരോ പ്രൊജക്റ്റുകൾ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. എൻ്റേത് മാത്രമല്ല 40+ ആമിനിറ്റീസ്, 100+ ആമിനിറ്റീസ്, ഇങ്ങനെയാണ് നമ്മൾ പ്രൊജക്ട് സെല് ചെയ്യുന്നത്. ആൾക്കാർ അത് എൻജോയ് ചെയ്യാൻ പഠിച്ചു. ആ സൊസൈറ്റി ലിവിങ് എങ്ങനെ എൻജോയ് ചെയ്യണം ഇന്നത്തെ ആൾക്കാർക്ക് ശരിക്കും അറിയാം. അത് ശരിക്കും അത് ലക്ഷറി അല്ല, മനുഷ്യൻ്റെ ഇന്നത്തെ ആവശ്യമാണ്. പണ്ടത് ലക്ഷറി ആയിരുന്നു. പണ്ടൊരു സ്വിമ്മിംഗ് പൂൾ എന്ന് പറഞ്ഞാൽ അതൊന്നും വേണ്ട, അതൊക്കെ ലക്ഷറി ആണെന്ന് പറയും. ഇന്ന് സ്വിമ്മിംഗ് പൂൾ ലക്ഷറി അല്ല, ഇന്ന് വേണം, മസ്റ്റായിട്ട് വേണം. അപ്പം ഈ കാലത്തിനനുസരിച്ച് അങ്ങനെ ഒരു മാറ്റമുണ്ട്. അതിനെക്കാട്ടും വലിയൊരു മാറ്റം ഞാൻ നോട്ടീസ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ബിസിനസ് തുടങ്ങി 25 വർഷങ്ങൾക്ക് മുമ്പേ അന്നൊരു ഏത് അപ്പാർട്ട്മെന്റ് മേടിക്കാൻ വരുന്ന ആളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും അന്നത്തെ ഏറ്റവും യങ് ആളെന്ന് പറഞ്ഞാൽ 45 ഇയേഴ്സാണ്. 45 വയസ്സിന് മേലുള്ള ഒരാളാണ് ഒരു അപ്പാർട്ട്മെന്റ് മേടിക്കാനുള്ള ഡിസിഷൻ എടുക്കുന്നത്. അപ്പോൾ അയാളെ ആ സമയത്ത് ഈ 45 ഇയേഴ്സ് പ്ലസ് എന്ന് പറയുമ്പോൾ അന്ന് അയാൾക്ക് ചിലപ്പം അയാൾ മാരീഡ് ആയിരിക്കും, കുട്ടികൾ ഏകദേശം ഒരു 10-15 വയസ്സായിട്ടുണ്ടാവും. അയാളെ റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര മെച്യൂർഡ് ആയിട്ടുള്ള ഒരു വേറെ രീതിയിലുള്ള അത്രയും ഡിസൈഡ് ആയിട്ടാണ് അയാൾ വരുന്നത്. ഇന്ന് അപ്പാർട്ട്മെന്റ് പർച്ചേസ് ചെയ്യുന്ന കാറ്റഗറി എന്ന് പറഞ്ഞാൽ 25 ഇയേഴ്സ് ഓൺവേർഡ്സ് ആണ് അപ്പാർട്ട്മെന്റ് പർച്ചേസ് ചെയ്യുന്നത്. 30-35 മാക്സിമം പർച്ചേസ് ചെയ്യുന്നത്. അവരാവശ്യം വ്യത്യാസമാണ്. അവർ ചിലപ്പോൾ മാരീഡ് ആയിരിക്കില്ല, ആണെങ്കിൽ തന്നെ അവരുടെ സ്റ്റൈൽ ഓഫ് ഓപ്പറേഷൻ വ്യത്യാസമാണ്. ചിലർക്ക് വർക്ക് ഫ്രം ഹോം ആണ്, ചിലർക്ക് ഓഫീസ് വീടിനുള്ളിൽ വേണം, അവരുടെ സിസ്റ്റംസ് ഇങ്ങനെയാണ്. പണ്ട് ബെഡ്റൂമിനാണ് ഇമ്പോർട്ടൻസ്, ഇന്ന് മെയിൻ സ്പേസിനാണ്. അങ്ങനെ ഓരോ ആൾക്കാർക്കും വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ട് എങ്ങനെയായിരിക്കണം എൻ്റെ അപ്പാർട്ട്മെന്റ്, എങ്ങനെയായിരിക്കണം ഞാൻ ജീവിക്കുന്ന സ്ഥലങ്ങൾ. അങ്ങനെ എന്താ പറയുക, ചെറിയൊരു മാറ്റങ്ങളല്ല. ഞാനിപ്പം ആകെ ഇപ്പം 2 കാര്യങ്ങളിൽ മാത്രമാണ് പറഞ്ഞത്. അങ്ങനെ ഓരോ കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞാലും ഇപ്പം ലക്ഷറി ആയി കഴിഞ്ഞാൽ ഇന്ന് ആൾക്കാർക്ക് എന്താ പറയുക, എല്ലാവരും നല്ലോണം ട്രാവൽ ചെയ്യുന്നുണ്ട്, പല ലോകരാജ്യങ്ങളും എല്ലാവരും കാണുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഞാൻ അവിടെ കണ്ടത് ഇങ്ങനെയാണ്, ഇവിടെ കണ്ടത് ഇങ്ങനെയാണ്, എനിക്ക് അത് വേണം, ഇത് വേണം, അങ്ങനെ ഒരുപാട് കാര്യമുണ്ട്. പിന്നെ പഴയ കാലത്ത് പിന്നെ ഒരു കാര്യമുണ്ട്, 25 വർഷം മുന്നേ ഒരാൾക്ക് അപ്പാർട്ട്മെന്റ് മേടിക്കുമ്പോൾ അയാൾ പറയുന്നത് എൻ്റെ ലൈഫിൽ ഒരു അപ്പാർട്ട്മെന്റ്. ഇന്നത്തെ കാലത്ത് അങ്ങനത്തെ കണക്കൊന്നുമല്ല. അയാൾ 25 രൂപ മേടിക്കും, 35 രൂപ മേടിക്കും. പണ്ട് കാലത്ത് ഒരു ബില്യണർ ആവണമെങ്കിൽ അല്ലെങ്കിൽ ഒരു മില്യണർ ആവണമെങ്കിൽ 50+ പറയാം. ഇന്ന് മില്യണും ബില്യണും ഒക്കെ 10, 20, 25 വയസ്സ് എല്ലാവരുടെ അടുത്തും ഉണ്ട്. അതുണ്ടാക്കാൻ കപ്പാസിറ്റി ഉള്ള ആളടുത്ത് അതുണ്ട്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് നമ്മൾ ഈ ഹൗസിങ്ങിലും നല്ലോണം റിഫ്ലക്റ്റഡ് ആണ്. നമ്മളിന്ന് ജീവിക്കുന്ന സ്ഥലം ശരിക്കും സന്തോഷമുള്ള സ്ഥലം, അതിന് സൗകര്യമുള്ള സ്ഥലവും വേണമെന്ന് ഇന്നത്തെ ആൾക്കാർക്കുണ്ട്. പണ്ടത്തെ ആൾക്കാർ കൂടുതലും അവർക്ക് ജീവിക്കാൻ ഒരു സ്ഥലം കിട്ടിയാൽ മതി, കയറി കിടക്കാൻ വീട് കിട്ടിയാൽ മതി. ഇന്ന് കയറി കിടക്കാൻ വീട് കിട്ടിയാൽ പോരാ, അത് നമ്മുടെ സന്തോഷത്തിനും കൂടിയുള്ള സ്ഥലമായി മാറണം. 10 കൊല്ലം നോക്കിക്കഴിഞ്ഞാൽ താങ്കളുടെ ഒരു വീക്ഷണത്തിൽ കേരളത്തിലെ ഒരു റിയൽ എസ്റ്റേറ്റിൽ ഒരു ചേഞ്ച് വരാൻ പോകുന്നത്?
അതെല്ലാം ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇനി 10 വർഷത്തിൽ ഒരുപാട് ചേഞ്ചസ് വരാനുണ്ട്. നമ്മൾ പ്രധാനമായിട്ടും ഇനി കേരളം കൂടുതൽ എൻ്റെ ഒരു കാഴ്ചപ്പാട് ഡെവലപ്പ് ചെയ്യുക IT ആണ് ഇവിടെ കോഴിക്കോട് കേരളത്തിൽ ഡെവലപ്പ് ചെയ്യുക. കോഴിക്കോട് നല്ലോണം ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, കൊച്ചി ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, ട്രിവാൻഡ്രം ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ IT വരുന്ന മാറ്റങ്ങൾ ആ ഒരു കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഒരു പുതിയ രീതിയിലുള്ള കാരണം ഹസ്ബൻഡും വൈഫും വർക്ക് ചെയ്യുന്ന പിന്നെ സാലറി കൂടുതലായിരിക്കും. അങ്ങനെ അവർക്ക് വേണ്ട സൗകര്യങ്ങളും അവർക്ക് വേണ്ട രീതിയിലുള്ള സൗകര്യങ്ങളോട് കൂടിയ പിന്നെ അപ്പാർട്ട്മെന്റ്സ് ആയിരിക്കും ഇനി കൂടുതലും വരാനുള്ള സാധ്യത. മാത്രമല്ല കേരളത്തിൽ നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പ്രധാനമായിട്ടും ഓപ്പർച്യൂണിറ്റി തന്നെ കേരളത്തിൽ സ്ഥലം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ അപ്പാർട്ട്മെന്റ് എന്നുള്ള കൺസെപ്റ്റിനാണ് ഇനി സാധ്യതകൾ കൂടുതൽ. പിന്നെ അപ്പാർട്ട്മെന്റ് കുറെ സ്പെഷ്യാലിറ്റീസും ഉണ്ട്. കാരണം സെക്യൂരിറ്റി വൈസ് വളരെ കൂടുതലാണ്. നമുക്ക് അങ്ങനെ പിന്നെ എന്താ പറയാ നമ്മുടെ എക്സ്റ്റേണൽ ആമിനിറ്റീസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ സെൻട്രലി മെയിൻറ്റെയിൻ ചെയ്ത് കിട്ടും. ഇന്ന് നമ്മളെ ഹസ്ബൻഡും വൈഫും ജോലിക്ക് പോകുന്ന ഒരു കാലഘട്ടത്തിൽ അവർക്ക് വലിയൊരു വീടും കുറെ സ്ഥലങ്ങളുണ്ട്. ഇത് മാനേജ് ചെയ്യാനും ഇതൊക്കെ മാനേജ് ചെയ്യാൻ ആൾ വേണം. അങ്ങനെ എല്ലാ ഇപ്പം നമ്മളിവിടെ തന്നെ പണ്ട് കാലത്തൊക്കെ കോഴിക്കോട് അപ്പാർട്ട്മെന്റ് കൾച്ചറിലേക്ക് വരാൻ കുറച്ചൊരു താമസം ഉണ്ടായിരുന്നു. കാരണം നമുക്ക് നമ്മുടെ വീടല്ലെന്നല്ല. ഇന്നതൊക്കെ മാറി. ഇന്ന് വലിയ വീടുള്ള ആൾക്കാരൊക്കെ വീടൊക്കെ പൂട്ടി അല്ലെങ്കിൽ വീട് സെയിൽ ചെയ്തിട്ട് അപ്പാർട്ട്മെന്റിലേക്ക് മാറുന്ന ഇഷ്ടം പോലെ കേസ് ഡേ ബൈ ഡേ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ മക്കൾക്കൊക്കെ ഒന്ന് ഗിഫ്റ്റ് കൊടുക്കാനും വേണ്ടിയിട്ടൊക്കെ ഇഷ്ടം പോലെ മകൻ ചോദിക്കും ഗിഫ്റ്റ്. അല്ല അതിലൊരു കാരണമുണ്ട്. കാരണം ബാക്കി നമ്മൾ പിന്നെ പല സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ നോക്കിയാൽ മതി, അത് ചിലപ്പം എല്ലാം അപ്രിഷിയേറ്റിംഗ് അസറ്റ് ആയിരിക്കില്ല. അപ്പാർട്ട്മെന്റ് പോലത്തെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അതൊരു അപ്രിഷിയേറ്റിംഗ് അസറ്റാണ്. ഞാൻ തുടക്ക കാലഘട്ടങ്ങളിൽ 25 വർഷം മുന്നേ അപ്പാർട്ട്മെന്റ് സെല് ചെയ്യുമ്പം അതിന്റെ നല്ല അപ്പാർട്ട്മെന്റ് ബ്രാക്കറ്റ് 10 to 15 lakhs. ഇന്നത്തെ ബ്രാക്കറ്റ് എന്ന് പറഞ്ഞാൽ 1 കോടിയുടെ മേലെ അപ്പാർട്ട്മെന്റ് ഉള്ളൂ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പുതിയൊരു ഓൺട്രപ്രണർ, റിയൽ എസ്റ്റേറ്റോ അല്ലെങ്കിൽ എന്ത് സംരംഭത്തിന് ഇറങ്ങി പുറപ്പെടുന്ന ഒരാൾക്കും താങ്കളുടെ ഒരു ജീവിതകാലം അല്ലെങ്കിൽ അതിന്നൊരു പാഠം പറഞ്ഞു കൊടുക്കാൻ പറ്റും? നമുക്ക് പറഞ്ഞു കൊടുക്കാം. കാരണം ഒരുപാട് കാരണങ്ങൾ പറഞ്ഞു കൊടുക്കാണ്ട്. എന്നാലും 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. ആദ്യം നമ്മൾ ഒരു ബിസിനസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ജോലിയായിട്ടോ ചെയ്യുമ്പം അയാള് അത് 100% അതിന് പ്രിപ്പയർഡ് ആയിരിക്കണം, അതിൽ അപ്ഡേറ്റഡ് ആയിരിക്കണം, അതിന് നല്ല നോളജ് അയാൾക്ക് ഉണ്ടായിരിക്കണം. അതിൽ ഇല്ലാതെ ചെയ്യുമ്പോഴാണ് കൂടുതൽ പ്രശ്നങ്ങൾ. ഫെയിലിയേഴ്സും സക്സസും ഒക്കെ എന്തായാലും എല്ലാവർക്കും വരും. വെറും സക്സസ് മാത്രം കിട്ടിയ ഒരാളുമില്ല, വെറും ഫെയിലിയർ കിട്ടിയ ആളുമില്ല. അപ്പം ചെറിയ ഫെയിലിയർ ആണ് പിന്നെ ഏറ്റവും അവസാനം അത് പഠിച്ചിട്ടാണ് വലിയ സക്സസിലേക്ക് പോകുന്നത്. അപ്പം നമ്മൾ എന്താ വെച്ചാൽ ഫെയിലിയർ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ഒന്നും ചെയ്യാതിരിക്കരുത്. സക്സസ് പിന്നെ എന്തായാലും വരും. അതിനു വേണ്ടി നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കുക, നമ്മൾ ഇൻവോൾവ് ആയിരിക്കുക, നമ്മൾ മോർ ഫോക്കസ്ഡ് ആവുക. നമ്മൾ ശരിക്ക് പഠിച്ച് കാര്യങ്ങൾ ചെയ്താൽ 100% നമുക്ക് സക്സസ് നമ്മളെ മുന്നിൽ വരും. പിന്നെ മാത്രമല്ല എത്തിക്കലി നല്ല പോലെ ബിസിനസ് ചെയ്യാൻ ശ്രമിക്കുക. എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ നമ്മൾ ഈ ബിസിനസ് തുടങ്ങുന്ന കാലത്ത് ചെറിയ തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടായേക്കാം. കാരണം എന്താ വെച്ചാൽ നമ്മൾ അറിവില്ലായ്മനെ കൊണ്ട് അന്ന് നമുക്ക് ജീവിക്കാനും വേണ്ടിയിട്ടാണ്, രക്ഷപ്പെടാനും വേണ്ടിയിട്ടാണ്. അതിനൊരു ജസ്റ്റിഫിക്കേഷൻ ഉണ്ട്. നമ്മൾ രക്ഷപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ ആ തെറ്റുകളൊക്കെ തിരുത്തി അത് ഐഡിയലി കറക്റ്റാക്കി എത്തിക്സോട് കൂടിയിട്ട് ഈ കാര്യങ്ങൾ ട്രാൻസ്പെറൻസിയോട് കൂടി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കാം. ഓക്കെ. കാലിക്കറ്റ് ലാൻഡ്മാർക്ക് ബിൽഡേഴ്സിന്റെ പുറത്തേക്ക് താങ്കൾക്കൊരു ജീവിതം ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടല്ലോ. എന്തൊക്കെ കേട്ടെ? ശരിക്കും പേഴ്സണൽ ലൈഫിലൊക്കെയും പറയാം, അതേപോലെ പ്രൊഫഷണൽ ലൈഫിൽ തന്നെ ഉണ്ട്. കാലിക്കറ്റ് ലാൻഡ്മാർക്ക് ബിൽഡേഴ്സിൽ ഏറ്റവും കൂടുതൽ ഞാൻ എൻജോയ് ചെയ്യുന്നത് നമ്മുടെ ഈ ബിൽഡർ കമ്മ്യൂണിറ്റിയാണ്. ബിൽഡർ കമ്മ്യൂണിറ്റിന്റെ അസോസിയേഷനായ ക്രെഡായി വളരെ ആക്റ്റീവായിട്ട് പിന്നെ മുന്നോട്ട് പോണു. ഇന്ന് പിന്നെ ക്രെഡായി കേരളയുടെ സെക്രട്ടറി ജനറലിനുള്ള പോസ്റ്റ് അവർ തന്നിട്ടുണ്ട്. വളരെ എല്ലാ ബിൽഡേഴ്സുമായിട്ട് വളരെ കോഡിയലായിട്ട്, മാത്രമല്ല വളരെ ഹെൽപ്ഫുൾ ആണ് അവരെല്ലാവരും. ഒരുപാട് നമുക്ക് എല്ലാവർക്കും ഒരേ ടൈപ്പ് പ്രശ്നങ്ങളാണ്. ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് കോഴിക്കോടുള്ളയും കേരളത്തിലുള്ള എല്ലാ ബിൽഡേഴ്സും ഒരുപാട് സഹായിക്കുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ വളരെ ആത്മാർത്ഥ സുഹൃത്തുക്കളായിട്ട് എപ്പോഴും അവർ കൂടെ ഉണ്ടാവാറുണ്ട്. വെരി ഗുഡ്. അപ്പൊ ഒരു പ്രശ്നം വന്നാൽ, അതല്ലെങ്കിൽ താങ്കൾ അച്ഛൻ തന്ന പാഠമുണ്ട്, എന്നിരുന്നാലും പെട്ടെന്ന് ഒന്ന് വിളിക്കാം എന്ന് പറഞ്ഞ് ഫോൺ എടുത്ത് വിളിക്കുന്ന ആദ്യം ആരെയായിരിക്കും? എനിക്കൊന്ന് കോഴിക്കോട് നമ്മളെ ഇൻഡസ്ട്രിയിലെ പ്രശ്നങ്ങളാണെങ്കിൽ പ്രധാനപ്പെട്ട 2 പേരെയാണ് ഞാൻ വിളിക്കാറ്. കോഴിക്കോടിലെ 2 ബിൽഡേഴ്സ് ഉണ്ട്. പിന്നെ ഒന്ന് ഹസീബും ഒന്ന് പിന്നെ മെഹബൂബും എന്ന് പറഞ്ഞ ആളുടെ. അവർ 2 പേരെയാണ് ഞാൻ ആദ്യം വിളിക്കാറ്. ഓക്കെ. പിന്നെ അത് കോഴിക്കോട് നിന്ന് മറികടന്നൊരു പ്രശ്നമാണെങ്കിൽ എന്ത് ചെയ്യും? കൊച്ചിയിലാണെങ്കിലും ഇതേപോലെ ഉണ്ട്. പിന്നെ നോയൽ ബിൽഡേഴ്സ്, പിന്നെ ജോണേട്ടൻ ഉണ്ട്, അല്ലെങ്കിൽ സ്കൈലൈൻ നസീസ്ക ഉണ്ട്. അങ്ങനെ പിന്നെ പലരെയും എല്ലാവരുമായിട്ടും നല്ല സുഹൃത്ത് ബന്ധമാണ്. എല്ലാവരെയും പിന്നെ വിളിക്കാൻ വളരെ പിന്നെ എന്താ പറയുക നല്ല ആക്സസ് ഉണ്ട്. അപ്പൊ ഇവരുടെ ഈ യാത്രകളുണ്ട് ഇവരുടെ കൂടെ, അതോ? ഒരുപാട് യാത്ര ഉണ്ട്. ശരിക്കും നമ്മുടെ നല്ല ജോലിയാണ്. ജോലിനെ അത് നമ്മൾ എൻജോയ് ചെയ്യാൻ പറ്റും. എല്ലാവരും ഒരുമിച്ച് ടീം വർക്ക് ആകുമ്പോൾ വളരെ എൻജോയബിൾ ആയിട്ട് ഒരുപാട് ട്രാവൽ ഉണ്ടാവും.
പൊതുവേ ഞങ്ങളെ പിന്നെ ഇന്ത്യ മുഴുവൻ ഓരോ മീറ്റിങ്ങുകളായിട്ട് ട്രാവൽ ഉണ്ടാവും. അതേപോലെ ബാക്കി ഞങ്ങളെ കോൺഫറൻസുകളൊക്കെ ഇന്ത്യയുടെ പുറത്തും ഉണ്ടാവാറ്. മാത്രമല്ല നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് പോകുമ്പോഴാണ് എന്താണ് മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, എല്ലാവരും എങ്ങനെയാണ് ഇതിനെ നോക്കി കാണുന്നത്, എന്താണ് പുതിയ പിന്നെ വേൾഡിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ശരിക്കും നമുക്ക് പഠിക്കാനും അത് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനും ഇതിൽ കൂടി വളരെ നമ്മുടെ ഇൻഡസ്ട്രീനെ പറ്റിയിട്ട് മാത്രമാണല്ലോ ഇവിടെ ഡിസ്കഷൻ വരുന്നത്. നമ്മളെ സെയിം പ്രോബ്ലംസ് ഉള്ള നമ്മളെ സെയിം കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരെ അസോസിയേഷൻ ആണല്ലോ ഇത്. വെരി ഗുഡ്. അപ്പോൾ ഫാമിലി ശരിക്ക് എൻ്റെ വീട്ടിൽ അമ്മ, വൈഫ്, അതേമാതിരി 2 കുട്ടികളാണുള്ളത്. മൂത്ത കുട്ടി മകളാണ്, അവളിപ്പം +2 കഴിഞ്ഞു, എഞ്ചിനീയറിംഗിന് പോകാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു. അതേപോലെ മകൻ 8th പാസ്സായി. രണ്ടുപേർക്കും ബിസിനസ്സിനോട് ഇൻട്രസ്റ്റ് ഉണ്ടോ? ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ജെൻസി അല്ലേ, ഇപ്പൊ തന്നെ പറയുമല്ലോ ബിസിനസ്സിൽ ഇപ്പൊ പഠിക്കാനാണ് താല്പര്യം. എനിവേ സ്വതവേ ഞാൻ കണ്ടെന്ന് വെച്ചാൽ എൻ്റെ വഴി വന്ന എങ്ങനെ വെച്ചാൽ എൻ്റെ അച്ഛൻ ബിസിനസ്സുകാരനായതുകൊണ്ട് എനിക്ക് ഒരിക്കലും ഇന്ന് വരെ ഒരു ജോലിക്ക് പോകണമെന്ന് ഇതുവരെ തോന്നിയിട്ടില്ല. കാരണം ഒന്നുമില്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ചെറുതാണെങ്കിലും സ്വന്തമായിട്ട് ചെയ്യണം എന്നുള്ള ഒരു തോന്നലുണ്ടായിട്ടുണ്ട്. അത് കിട്ടിയിരിക്കുന്നത് എൻ്റെ തൊട്ട് മുകളിൽ നിന്നുള്ള എങ്ങനെയാണോ ആ പെരുമാറ്റം കൊണ്ടാണ് കിട്ടിയത്. അതേപോലെ ഒബ്വിയസ്ലി ഇവർക്കും ഉണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. കുറെ നേരം നമ്മൾ ഇരിക്കുന്നു, അപ്പൊ കുറച്ച് നടക്കാൻ. അതെ, അച്ഛനാണ്. പേര്? അച്ഛന്റെ പേര് പത്മനാഭൻ നമ്പ്യാർ. ഓക്കെ. ഇദ്ദേഹമാണ് ബാലപാഠങ്ങൾ പറഞ്ഞു തന്നത്. തീർച്ചയായും ബിസിനസ്സിലേക്ക് എങ്ങനെ കടക്കണം, എന്താണ് നമ്മുടെ എത്തിക്സ്, എങ്ങനെയൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പഠിപ്പിച്ചിരുന്ന ആളാണ്. അമ്മയുടെ പേര് മോഹിനി എന്നാണ്, ഹൗസ് വൈഫാണ്. ഓക്കെ. അപ്പോൾ ഈ കൊച്ചുകുട്ടി കാലത്ത് ഇങ്ങനെ ഈ റിയൽ എസ്റ്റേറ്റിൽ നിന്ന് MCA പഠിക്കാൻ പോയപ്പോ, നേരത്തെ പറഞ്ഞ പോലെ MCA പഠിക്കാൻ പോയപ്പോ ഒരു വിഷമങ്ങളൊന്നും പറഞ്ഞില്ല അദ്ദേഹം? അതെ, ആയിക്കോട്ടെ, കുഴപ്പമില്ല, പഠിക്കാനാണല്ലോ, പഠിച്ചോട്ടെ എന്ന് അച്ഛനും വിചാരിച്ചു കാണും. എല്ലാത്തിനും എതിർത്തിട്ട് കാര്യമില്ലല്ലോ. അതെ, പക്ഷെ ഈ പഠിച്ച കാര്യങ്ങൾ മാത്സ് എളുപ്പമായി ഉണ്ടാവും, ഇഷ്ടമുള്ള സബ്ജക്റ്റ് ആയിരുന്നു. അല്ല, അതപ്പോ ഈ റിയൽ എസ്റ്റേറ്റിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയോ? 100%. ശരിക്കും മാത്സിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ റിയൽ എസ്റ്റേറ്റ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഗുണമുള്ള ഒരു സാധനമാണ്. ബാക്കിയുള്ള ചിലപ്പോൾ നമ്മൾ മാറിക്കഴിഞ്ഞപ്പോൾ ഞാൻ പഠിച്ച കമ്പ്യൂട്ടർ എനിക്ക് പഠിച്ചിടത്തോളം എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ പിന്നെ ഞാൻ ഡിഗ്രിക്ക് പഠിച്ച മാത്തമാറ്റിക്സ് എനിക്ക് കൂടുതലും എൻ്റെ ബിസിനസ്സിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എപ്പോഴും തോന്നിയിട്ടുണ്ടോ സാറിന് അതെന്ന് വെച്ചാൽ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ എങ്ങനെയാ ഈ ഡിസിഷൻ എടുക്കാന്നൊരു ഘട്ടം തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അത് ഒരിക്കലൊന്നുമല്ല. എപ്പോഴും അന്നത്തെ കാലഘട്ടങ്ങളിൽ തോന്നിയത് അച്ഛൻ ഇല്ലാത്ത കാലത്ത് ഈ കാര്യങ്ങളൊക്കെ ഒരു സംശയം തീർത്ത് മുന്നോട്ട് പോകാൻ സാധിക്കൂല എന്നായിരുന്നു വിചാരിച്ചത്. പക്ഷെ ജീവിതം അങ്ങനെയല്ല, അതും നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുമെന്ന് നമ്മളെ പഠിപ്പിച്ചു. അതെ, ഒരു കാര്യം കൂടി കാണിച്ചു തരാനുണ്ട്. ശരി. ഇത് നമ്മുടെ പുതിയ ലോഗോ ആണ്, റീബ്രാൻഡ് ചെയ്ത ലോഗോ ആണ്. ലാൻഡ്മാർക്കിന്റെ L-ഉം M-ഉം ചേർത്തിട്ടുള്ള ലോഗോ ആണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ബിൽഡേഴ്സിന്റെ ഇതില് ലാൻഡ്മാർക്കിന്റെ L-ഉം M-ഉം ആണ് നമ്മൾ ഇതില് വെച്ചിരിക്കുന്നത്. ഇപ്പൊ ഈ ഓഫീസ് ഉണ്ടാക്കിയിട്ട് എത്ര കാലമായി? 2 വർഷമായി. 2 വർഷം. ഇതിനു മുമ്പ് എവിടെയായിരുന്നു? തൊട്ടപ്പുറത്ത് നമ്മുടെ പ്രൊജക്ടില് ലാൻഡ്മാർക്ക് വേൾഡിന്റെ കമേഴ്ഷ്യൽ സ്പേസിലായിരുന്നു. ഏറ്റവും ആദ്യം അങ്ങനെ ഒരു വീട് വിറ്റ ഒരു എന്തെങ്കിലും അനുഭവം ഉണ്ടോ? ഫസ്റ്റ് ഹൗസ് സെയിലായപ്പോ അന്ന് പറഞ്ഞു, പക്ഷെ എന്തെങ്കിലും ഒരു രസകരമായ ഒരു മെമ്മറി എന്തെങ്കിലും ഉണ്ടോ? ഓഫീസായിട്ട് കണക്ട് ചെയ്തിട്ടാണെങ്കിൽ ആദ്യം ചെറിയൊരു ഓഫീസിലായിരുന്നു ശരിക്കും നമ്മൾ തുടങ്ങിയത്. ആ സമയത്ത് എൻ്റെ ഒരു കസ്റ്റമർ, ആദ്യകാലത്ത് ഒരു കസ്റ്റമർ ഓഫീസിൽ വന്നു. ഫസ്റ്റ് പേയ്മെന്റ് തരാനാണ് വന്നത്. ഫസ്റ്റ് പേയ്മെന്റ് ഏൽപ്പിച്ചപ്പോൾ അവർക്ക് അവർ ആദ്യം പേയ്മെന്റ് തന്നു. അത് 5 മിനിറ്റ് കഴിഞ്ഞാൽ അവരെന്നെ തിരിച്ചെടുത്തു. അപ്പോൾ ഒരു സംശയം വന്നത് എന്ത് പറ്റി? അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു എന്താ സംശയം. പക്ഷെ നിങ്ങൾ ചെറിയ ഓഫീസ് ഇങ്ങനെയൊക്കെയാണ്, നിങ്ങൾ ലുക്ക് കുറവാണ്, നിങ്ങൾ പിന്നെ എന്താ. അപ്പോൾ എനിക്കിനെ തോന്നി അവർക്കൊരു ധൈര്യക്കുറവുണ്ട്. ശരിക്കും ആ ഫസ്റ്റത്തെ എമൗണ്ട് തന്നെ ഞാൻ യൂട്ടിലൈസ് ചെയ്ത് എനിക്ക് വേറെ വലിയൊരു ഓഫീസിനാണ് ഞാൻ അഡ്വാൻസ് കൊടുത്തത്. അപ്പോൾ നമുക്ക് മനസ്സിലായി നല്ലൊരു ഓഫീസ് ഉണ്ടെങ്കിലാണ് ശരിക്കും ആൾക്ക് ആ ട്രസ്റ്റും ക്രെഡിബിലിറ്റിയും കിട്ടണമല്ലോ. അതെ, ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് പോട്ടെ. ഈ വീട്ടില് സ്വന്തം വീട് പണിയുമ്പോ അത് എന്തെങ്കിലും ഇങ്ങനെ ഒരു മനസ്സിലുണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരു വീട് ഉണ്ടാവണം എന്നുള്ളത്? ഇല്ല, അതിന്റെ മുന്നേ തന്നെ ലാൻഡ്മാർക്കിനൊക്കെ മുന്നേ തന്നെ വീട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ. അതുകൊണ്ട് അന്ന് പറ്റാവുന്നിടത്തോളം നല്ലൊരു വീട് ഉണ്ടാക്കിയത്. അച്ഛനാണ് വീട് ഉണ്ടാക്കി തന്നത്. അതിവിടെ വളരെ സന്തോഷകരമായി ജീവിക്കുന്നു. അപ്പൊ വേറെ വീട് പണിതിട്ടില്ലേ? പിന്നെ അതേ വീട്ടിൽ തന്നെയാണ്? അതെ, വീട്ടിലേക്ക് മാറിയില്ല, കോഴിക്കോട്ടത്ത് മാറിയിട്ടില്ല, തനി കോഴിക്കോടുകാരൻ. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. വളരെ സന്തോഷം. ലാൻഡ്മാർക്ക് ബിൽഡേഴ്സിന്റെ ഒരു ലൈഫിൽ കൂടെയുള്ള ഈ ഒരു യാത്ര. എന്തായാലും പല സ്ഥലങ്ങളും ഇനി ഇന്ത്യയിൽ ബാക്കിയിട്ട് എവിടെയൊക്കെ ബിസിനസ് നടത്താമെന്ന് എനിക്ക് തോന്നുന്നു താങ്കൾ. തീർച്ചയായിട്ടും പറ്റുന്നിടത്തോളൊക്കെ നടത്താൻ നോക്കാം. ഓക്കെ, താങ്ക് യു സർ. ഒരു സൺഡേ എനിക്ക് വേണ്ടി മാറ്റി വെച്ചതിൽ താങ്ക് യു.